ഹലോ, എൻ്റെ പേര് അഭയ് രാജ്കുമാർ. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി ആർട്ടിക്കിൾ അസിസ്റ്റന്റ് ആണ്, സെക്കൻഡ് ഇയറിലാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് GSTയിലെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോ ആദ്യം തന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ എക്സാംസിന്റെ മുമ്പ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കി തന്ന സദേൺ ഇന്ത്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ എറണാകുളം ബ്രാഞ്ചിന് നന്ദി പറഞ്ഞേ പറ്റൂ, അല്ലെ? അപ്പോ നമ്മള് കുറച്ച് സമയം ഒരു വീഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്റെയും നിങ്ങളുടെയും കുറച്ച് വിലപ്പെട്ട സമയം ഒരു വീഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ടേക്ക് അവേസ് ഉണ്ടായിരിക്കണം, അല്ലെ? എന്തായാലും ഉണ്ടായിരിക്കണം, വെറുതെ പോകാൻ പറ്റില്ല. എനിക്കും ഉണ്ടായിരിക്കണം, നിങ്ങൾക്കും ഉണ്ടായിരിക്കണം കുറച്ച് ടേക്ക് അവേസ്, മേജർ ടേക്ക് അവേസ്. അപ്പോൾ എന്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ് എഫേർട്ട് ഈ വീഡിയോയിലുണ്ട്. അതായത് നിങ്ങൾ ഇത് ഫുൾ ടൈം കേൾക്കുവാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. അത്രത്തോളം നമ്മൾ ഈ ചാപ്റ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകണം. അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഈ ഒരു പ്രൊവിഷനിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചോദിക്കാൻ സാധ്യതയുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. പല ടൈപ്പിലുള്ള എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് 100% ആണ്. നിങ്ങൾ ഈ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് കിടക്കാം, അല്ലെ? ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു ചാപ്റ്റർ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ CA ഇന്റർമീഡിയറ്റിനുണ്ട്, CA ഫൈനലിനുണ്ട്. നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ പോകുന്ന മൊത്തം CA ഇന്റർമീഡിയറ്റിന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. എന്ന് വെച്ചാൽ CA ഫൈനലുകാർക്ക് ഇത് കാണാൻ പറ്റില്ല എന്നില്ല. ഇതിന്റെ 70 to 80% നമുക്ക് CA ഫൈനലിലും ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങൾ മാത്രമാണ് ഫൈനലിൽ ടൈം ഓഫ് സപ്ലൈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ, ഏതൊരു സബ്ജക്റ്റും ആയിക്കോട്ടെ, ഒരു സബ്ജക്ട് പഠിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ഒരു ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിന്റെ ഇന്റൻഷൻ എന്താണ്, എന്താണ് അതിന്റെ പർപ്പസ്. ഇപ്പൊ ലോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണ് ഉപയോഗിക്കുക, ഇത് എന്തിനാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ GST അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് നിയമത്തിൽ ഈ ഒരു പ്രൊവിഷന്റെ ആവശ്യം എന്താണ്, എന്തായിരിക്കാം ലോ മേക്കറുടെ ഇന്റൻഷൻ. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു സബ്ജക്ട് പഠിക്കാൻ, അല്ലെ? അങ്ങനെ പഠിച്ച എന്താ ഗുണം? അത് കുറെ തവണ റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടന്റ് വായിച്ച് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അത് തലയിൽ കയറും. അപ്പൊ ആ ഒരു അപ്രോച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. എന്തായിരിക്കാം ഓരോ പ്രൊവിഷന്റെയും ഇന്റൻഷൻ, എന്തിനാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്ന? അങ്ങനെയാണെങ്കിൽ എന്താണ് ടൈം ഓഫ് സപ്ലൈ എന്നറിയണം. വാട്ട് ഈസ് ടൈം ഓഫ് സപ്ലൈ? GST നിയമത്തിൽ എന്തിന് ടൈം ഓഫ് സപ്ലൈ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ ഇൻസേർട്ട് ചെയ്തു? എന്തായിരിക്കാം അതിന്റെ ഇന്റൻഷൻ? നമുക്കറിയാം, GSTയിൽ ഇപ്പൊ ഞാനൊരു സപ്ലയർ ആണെങ്കിൽ ആരെ നമ്മൾ സപ്ലയർ എന്ന് വിളിക്കുക? ഒരു സപ്ലൈ ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ സപ്ലയർ എന്ന് വിളിക്കും, അല്ലെ? ഞാനൊരു സപ്ലയർ ആണെങ്കിൽ ഞാൻ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട്, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഞാൻ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിൾ എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ചില കേസിൽ റെസിപ്പിയന്റ് ടാക്സ് എനിക്ക് തരാതെ ഡയറക്ട്ലി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ഇതും സംഭവിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഇൻസ്റ്റൻസിനെ നമ്മൾ ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പേര് പറഞ്ഞ് വിളിക്കും. രണ്ടാമത് നടന്ന ഇൻസ്റ്റൻസിനെ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പേര് പറഞ്ഞ് വിളിക്കും. ഇതും നമുക്ക് വളരെ ക്ലിയർ ആയ കാര്യമാണ്. അപ്പൊ എന്തിന് ടൈം ഓഫ് സപ്ലൈ പ്രൊവിഷൻസ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഒരു സപ്ലൈ നടക്കുന്ന സമയം അതാണ് ടൈം ഓഫ് സപ്ലൈ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. സപ്ലൈ നടക്കുന്ന സമയത്തിന് എല്ലാ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഒരു സപ്ലൈ നടക്കുവാണെന്ന് വിചാരിക്കാം. സേ ഫോർ എൻ എക്സാമ്പിൾ, ഞാനൊരു മൊബൈൽ ഫോൺ വിൽക്കുകയാണ്. ഞാൻ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഒരു റെസിപ്പിയന്റിന് വിറ്റത് കഴിഞ്ഞ മാസമായിരിക്കാം. അതിന്റെ ഇൻവോയ്സ് ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുന്നത് ഈ മാസമായിരിക്കാം. അതിന്റെ പേയ്മെന്റ് എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കാം. ഇത് സംഭവിക്കാം, അല്ലെ? സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് ആണ്. സപ്ലയറുടെ റെസിപ്പിയന്റിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. എന്തും സംഭവിക്കും, ഇതൊക്കെ നടക്കും. ഇവിടെ ഒരേ സപ്ലൈയുടെ തന്നെ 3 എലമെന്റ്സ് സംഭവിക്കുന്നത് 3 ഡിഫറെന്റ് മന്ത്സിലാണ്.
ഒബ്വിയസ്ലി ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു സംശയം വരാം. അപ്പൊ ഈ സപ്ലൈയുടെ മുകളിലുള്ള ടാക്സ്, ഈ സപ്ലൈയുടെ മുകളിൽ ഞാൻ ടാക്സ് എന്തായാലും ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ഈ സപ്ലൈയുടെ മുകളിലുള്ള ടാക്സ് ഏത് മാസമാണ് ഞാൻ കൊടുക്കണ്ടേ? കഴിഞ്ഞ മാസത്തിലാണോ, ഈ മാസത്തിലാണോ, അത് അടുത്ത മാസമാണോ? ഒരു ഡൗട്ട് വരാം അല്ലെ? അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയാണ് ഡൗട്ട് നിങ്ങൾക്കാണുള്ളൂ, ഞങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്കുള്ള ഡൗട്ട് നമ്മൾ മാറ്റിത്തരാം. കാരണം ഞങ്ങൾ ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന്റെ മുകളിലുള്ള ടാക്സ് ഞങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പർട്ടിക്കുലർ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് രീതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് അത് പ്രകാരം എപ്പോഴാണ് വരുന്നത് അപ്പോൾ ടാക്സ് അടയ്ക്കുക. ഇതിനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയാ. ഈ ടാക്സ് ലയബിലിറ്റി ട്രിഗർ ചെയ്യപ്പെടുന്ന പോയിന്റ്, അതിനെയാണ് നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? ഇത്രയേ ഉള്ളൂ ടൈം ഓഫ് സപ്ലൈ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടി. അതായത് ടൈം ഓഫ് സപ്ലൈയുടെ ഒരു എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അതിന് GST ആക്ടിൽ അല്ലെ. കാരണം ഗവൺമെന്റിന്റെ റവന്യൂവിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊവിഷനാണ്, ഗവൺമെന്റിന്റെ വരവിനെ ബേസ് ചെയ്തിരിക്കുന്ന പ്രൊവിഷനാണ്. അപ്പോ നമുക്ക് ചിന്തിച്ച ഒരു കാര്യം കൂടി മനസ്സിലാവും. ഇങ്ങനെ ടൈം ഓഫ് സപ്ലൈ ലോ മേക്കർ നിയമപുസ്തകത്തിൽ എഴുതുന്ന ടൈമില് ഒരു ആസ്പെക്ട് കൂടി അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഗവൺമെന്റിന് എന്തായിരിക്കും താല്പര്യം? എത്രയും പെട്ടെന്ന് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള പൈസ, ടാക്സ് എന്ന് പേര് പറഞ്ഞിട്ടുള്ള പൈസ എത്ര പെട്ടെന്ന് ഗവൺമെന്റിന്റെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തിക്കാനായിരിക്കും ലോ മേക്കർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. കാരണം അവർക്ക് അനുകൂലമായിട്ടാണ് അവർ ലോ എഴുതുള്ളൂ. ഇവിടെയും സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല. ടൈം ഓഫ് സപ്ലൈയുടെ പ്രൊവിഷൻസ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൊത്തത്തില് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ടാക്സ് ഗവൺമെന്റിന്റെ പോക്കറ്റിൽ എത്തിക്കാനുള്ള വഴികളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇന്റൻഷൻ കൂടി നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ വേണം. ഈ ഒരു ഇന്റൻഷൻ കൂടി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് ലോ മേക്കറിന്റെ മെയിൻ ഇന്റൻഷൻ. ഗവൺമെന്റിന് എത്രയും പെട്ടെന്ന് റവന്യൂ കിട്ടണം എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. ഇനി നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഓരോ കേസിലും ടൈം ഓഫ് സപ്ലൈ ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഓരോ കേസ് ടു കേസ് നമ്മൾ എക്സാമിൻ ചെയ്യണം. എക്സാമിന് വരുവാണെങ്കിലും നമ്മുടെ റിയൽ ലൈഫിൽ ഒരു ഇൻസ്റ്റൻസ് വരികയാണെങ്കിലും ഓരോ കേസ് ടു കേസ് നമ്മൾ എക്സാമിൻ ചെയ്യണം. സർവീസസ് ആണെങ്കിൽ ഒരു ടൈം ഓഫ് സപ്ലൈ ആയിരിക്കും. സർവീസിൽ തന്നെ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഒരു ടൈം ഓഫ് സപ്ലൈ, റിവേഴ്സ് ചാർജ് ആണെങ്കിൽ വേറെ ടൈം ഓഫ് സപ്ലൈ. ഇതേപോലെ തന്നെ ഗുഡ്സിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ഒരു ടൈം ഓഫ് സപ്ലൈ, ഗുഡ്സിൽ റിവേഴ്സ് ചാർജ് ആണെങ്കിൽ വേറെ ടൈം ഓഫ് സപ്ലൈ. അപ്പൊ ഓരോ കേസ് ടു കേസ് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് എക്സാമിൻ ചെയ്തല്ലാണ്ട് ഇതിന് ഒരു കൺക്ലൂഷൻ പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ആ എക്സാമിനേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഇൻട്രോഡക്ടറി പാർട്ട് കഴിഞ്ഞു. എന്താണ് ടൈം ഓഫ് സപ്ലൈ, ഇത് എഴുതുന്ന സമയത്ത് ലോ മേക്കറുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ കണ്ടന്റിലേക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. ലോ ബുക്കിലായാലും ടെക്സ്റ്റ് ബുക്കിലായാലും ആദ്യം കൊടുത്തിരിക്കുന്ന ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ആണ്. പക്ഷെ ഞാൻ ഇന്റൻഷനലി ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ്. കാരണം ഈ പ്രൊവിഷൻസ് ഒരു തവണയെങ്കിലും വായിച്ചവർക്ക് മനസ്സിലാവും, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ്, കുറച്ച് ടഫായിട്ട് കിടക്കുന്ന ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിന്റെ പ്രൊവിഷൻസിന്റെ ഒരു അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് വരും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ ചേട്ടനെ അറിഞ്ഞ അനിയനെ അറിയാൻ വളരെ എളുപ്പമാണല്ലോ, ഒരേ ചോരയാണല്ലോ ഇവര്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്യാൻ പോകുന്നത് സർവീസസിന്റെ കേസാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സർവീസിൽ, അതും ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്. ഫോർവേഡ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞു. റെസിപ്പിയന്റ് വരും, ചേട്ടാ ഒരു സാധനം തരുമെന്ന് ചോദിക്കും, ഞാനൊരു സാധനം വിൽക്കും, പൈസ വാങ്ങിക്കും. പൈസ വാങ്ങിക്കുന്നതിന്റെ കൂടെ ഞാൻ ടാക്സ് കൂടി ആ വ്യക്തിയുടെ നിന്ന് മേടിക്കും. ഈ ടാക്സ് ഞാൻ ഗവൺമെന്റിലേക്ക് കൊടുക്കും. ഇതാണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഓക്കെ, നമുക്ക് പ്രൊവിഷനിലേക്ക് കിടക്കാം. ഇതിലെ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒരു നോട്ട് ബുക്ക് എടുക്കണം നിങ്ങൾ. നമ്മളിത് നോട്ട് എഴുതാനൊന്നുമല്ല, ഈ PDF എന്തായാലും ഷെയർ ചെയ്യും. പക്ഷെ ഒരു നോട്ട് ബുക്കിന്റെ ആവശ്യം ഇവിടെ ഉണ്ട്. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞത്, ഇത്
എല്ലാവരും ഫോളോ ചെയ്യണം. ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഒരു നോട്ട് ബുക്ക് ഇങ്ങനെ എടുക്കുക. ഈ ഒരു പേജും എനിക്ക് കിട്ടണം. ഇവിടെ നമുക്ക് ചാർട്ട് 1 വരയ്ക്കാനുണ്ട്, ഇവിടെ ചാർട്ട് 2 വരയ്ക്കാനുണ്ട്. ഇത് ഈ ക്ലാസിന്റെ ഉടനീളം നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കീറി കളഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ഈ PDF ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ ഈ പറയുന്ന 2 ചാർട്ടുകൾ, ആദ്യം പറയാൻ പോകുന്ന 2 ചാർട്ടുകളാണ്. അത് ചാർട്ട് 1 ഇവിടെയും ചാർട്ട് 2 ഇവിടെയായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, കാരണം ഇത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ എൻറ്റയർ ക്ലാസ്സിലെ ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ ചാർട്ട് 1 ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചാർട്ട് 1 എഴുതിക്കോളൂ. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ചാർട്ട് 1 ആദ്യം നിങ്ങൾക്ക് കാണാം ഇവന്റ് 1. എന്തോ ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ടല്ലോ. എന്താ ഇവന്റ് എന്നൊന്നും നമുക്കറിയില്ല. എന്തോ ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇവന്റ്? ഇഫ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ് ബൈ ദി സപ്ലയർ വിതിൻ ദ ഡ്യൂ ഡേറ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ആക്ട്. അപ്പൊ അതാണ് ആ ഇവന്റ്. സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ഒരു സപ്ലൈ നടന്നു കഴിഞ്ഞാൽ അല്ലെ, ഉറപ്പായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്നത് ആക്ടിൽ പറഞ്ഞ ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവന്റ് 1 വീണു. ഞാൻ ഒരു സപ്ലൈ ചെയ്തു. ആ സപ്ലൈയുടെ മുകളിൽ ഞാനൊരു ടാക്സ് ഇൻവോയ്സ് എന്റെ റെസിപ്പിയന്റിന് കൊടുക്കണം. ആ ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്യുന്ന ഡേറ്റ് ഞാൻ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു ടാക്സ് ഇൻവോയ്സ് കൊടുക്കും. ആ ഡേറ്റ് ആക്ടിൽ നിങ്ങൾ ഇന്ന ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും ടാക്സ് ഇൻവോയ്സ് റേസ് ചെയ്തിരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഇവന്റ് 1 വീണു. ഇവന്റ് 1 വീണാൽ എന്ത് സംഭവിക്കും? ഇവന്റ് 1 ടൈം ഓഫ് സപ്ലൈ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് FCM, ഫോർവേഡ് ചാർജ് മെക്കാനിസം, ഷാൽ ബി earliest ഓഫ് ദി ഫോളോയിങ്. നമുക്കറിയാം earliest എന്നുള്ള വാക്ക് കണ്ടാൽ ഞങ്ങൾ ഇനി ഞെട്ടില്ല, കാരണം ഞങ്ങൾക്ക് അറിയാം ലോ മേക്കറുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. earliest ഓഫ് ദി ഫോളോയിങ്. അപ്പൊ 2 ഡേറ്റ് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാണ്ട്. ഇവന്റ് 1 നമ്മൾ വീഴുവാണെങ്കിൽ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ വിൽ ബി earliest ഓഫ് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ്. എന്നാണോ ഞാൻ ആക്ച്വലി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അന്ന്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ്, എന്നാണോ ഞാൻ പേയ്മെന്റ് റിസീവ് ചെയ്തത് അന്ന്. ഈ 2 ഡേറ്റിലെ ഏറ്റവും ആദ്യം വരുന്ന ഡേറ്റ് ഏതാണോ അതാണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ. ഇവിടെ ഒരു ഡൗട്ട് വരാം. ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് കണ്ടുപിടിക്കാൻ യാതൊരു പണിയില്ല. നമുക്കറിയാം, ഇൻവോയ്സ് നോക്കിയാൽ തന്നെ അതിലുണ്ടായിരിക്കും അല്ലെ. പക്ഷെ ഈ റെസീപ്റ്റ് ഓഫ് പേയ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ ആണ്. നേരെ പോവുക, ബാങ്ക് അക്കൗണ്ട് എടുത്തു നോക്കുക. ബാങ്ക് അക്കൗണ്ടിൽ ഇത് എന്നാണോ ക്രെഡിറ്റ് ആയിരിക്കണേ അന്നായിരിക്കും ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് പേയ്മെന്റ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ടായിരിക്കും അല്ലെ. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് തുറന്നു നോക്കിയാൽ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ എൻട്രി കാണാം. അങ്ങനെ പേയ്മെന്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നാണ് ആ ജേണൽ എൻട്രി ഇട്ടിരിക്കുന്നത് നോക്കിയാൽ മതി അല്ലെ. അങ്ങനെ ഈ 2 മെത്തേഡിലൂടെ നമുക്ക് ആ എന്നാണ് എനിക്ക് ശരിക്കും പേയ്മെന്റ് കിട്ടിയെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പേയ്മെന്റിന്റെ എൻട്രി ഇടുക. ഇതിൽ ആദ്യം വരുന്ന ഏതാണോ അതായിരിക്കും എന്റെ പേയ്മെന്റിന്റെ ഡേറ്റ്. ഈ 2 ഡേറ്റുകളും എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യണേൽ ഫസ്റ്റ് വരുന്ന ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇവന്റ് 1 സംഭവിച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി ഊഹിക്കാം ഇവന്റ് 2 ഉണ്ട്. എന്താണ്? ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലല്ല ഞാൻ ഇഷ്യൂ ചെയ്തത് ഇൻവോയ്സ്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്. എന്ത് സംഭവിക്കും? അപ്പോഴും ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈ നോക്കണം. ടൈം ഓഫ് സപ്ലൈ എന്തായിരിക്കും? അവിടെ 2 ഡേറ്റ് കമ്പയർ ചെയ്യാണ്ട്. പക്ഷെ ആ 2 ഡേറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ആണ്, 2 ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആണ്. എന്താണ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല എന്നേ. എന്നാണോ ആ സർവീസ് അവസാനിച്ചത് അതിനാണ് ഈ പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. എന്നാണോ സർവീസ് അവസാനിച്ചത് ആ ഡേറ്റ് കമ്പയർഡ് വിത്ത് ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് പേയ്മെന്റ്. എന്നാണോ എനിക്ക് പേയ്മെന്റ് കിട്ടിയത് ആ ഡേറ്റ്. ഈ 2 ഡേറ്റിലെ ആദ്യം വരുന്ന ഡേറ്റ് ആയിരിക്കും ഇവന്റ് 2 എന്നുണ്ടെങ്കിൽ എന്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണ് ആക്ട് പറയുന്നത്. എന്തുകൊണ്ട് ഇവന്റ് 2 ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് വന്നില്ല? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഞാൻ എങ്ങനെയാണ് ഇവന്റ് 2 വന്ന് പെട്ടത്? ഇൻവോയ്സ് ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ ഇഷ്യൂ ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇവന്റ് 2 വന്ന് പെട്ടത്. പറഞ്ഞു വരുന്നത് എന്താ? ഞാൻ ഇൻവോയ്സ് റേസ് ചെയ്യാൻ വൈകി, ഞാനൊരു ഡിലേ വരുത്തി. അങ്ങനെ ഞാനൊരു ഡിലേ വരുത്തിയാൽ ആ ഡേറ്റ് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല, കാരണം അതൊരു ഡിലേഡ് ഡേറ്റ് ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ആകുമ്പോൾ റവന്യൂ നേരത്തെ കിട്ടില്ല. ആ കാരണം കൊണ്ടാണ് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇഷ്യൂൻസ് ഓഫ് ഇൻവോയ്സ് മാറ്റിയിട്ട് ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് എന്നുള്ളത് വെച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 ഇവന്റ്. ഇനി ഒരു ചാർട്ട് കൂടി ഉണ്ട്. ചാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒറ്റ ചാർട്ടും കൂടി ഉണ്ട്. എന്താണ് ആ ചാർട്ട് എന്ന് നോക്കാം.
അപ്പൊ നമുക്ക് അടുത്ത ചാർട്ട് ഏതാന്ന് നോക്കാം അല്ലെ. ചാർട്ട് നമ്പർ 2 ഞാൻ പറഞ്ഞു 2 ചാർട്ട് ഉണ്ട് എന്ന്. ചാർട്ട് നമ്പർ 2 ഏതാന്ന് നമുക്ക് ഊഹിക്കാം. നേരത്തെ നമ്മൾ ചാർട്ട് നമ്പർ 1 പറഞ്ഞത് കൂടുതൽ എന്താണ്, ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചത്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റ് ഏതാ എന്ന് അറിയാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചാർട്ട് നമ്പർ 2 ഇസ് നത്തിങ് ബട്ട് ആ ഡ്യൂ ഡേറ്റ് ഏതാന്ന് നമുക്ക് പറഞ്ഞു തരാണ്. ഓക്കെ, ഡ്യൂ ഡേറ്റ് ഏതാന്ന് നോക്കാം. കണ്ടോ, ഡ്യൂ ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ആസ് പെർ ആക്ട്. അതിനെ നമ്മൾ 2 ബ്രാഞ്ച് ആക്കി തിരിക്കുന്നുണ്ട്. അപ്പൊ സർവീസിൽ 2 ടൈപ്പ് ഓഫ് സർവീസുകൾ വരുന്നുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് സപ്ലയർ സർവീസസ്. ഇതിനെ നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് CSS എന്ന് വിളിക്കാം നമുക്ക് ക്ലാസിന്റെ കൂടെ നീളം. അപ്പൊ CSS ഉണ്ട്, ഓൾ അതേഴ്സ് ഉണ്ട്. എന്താണ് CSS? കണ്ടിന്യൂസ് സപ്ലയർ സർവീസ്. പേരിൽ തന്നെ ക്ലിയർ ആണ്, സപ്ലൈ സംഭവിക്കുന്നത് കണ്ടിന്യൂസ്ലി ആണ്. കണ്ടിന്യൂസ്ലി സപ്ലൈ സംഭവിക്കുന്നുണ്ട്, ഒരു തവണ എല്ലാ സപ്ലൈ സംഭവിക്കുന്നത്. ആക്ടിൽ കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് ആയിട്ട് ഒരു സർവീസിനെ കണക്കാക്കാൻ അവർ കുറച്ച് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന്, സപ്ലയറും റെസിപ്പിയന്റും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. എന്തിനാ കോൺട്രാക്ട്? വളരെ എവിഡന്റ് ആണ്. കോൺട്രാക്റ്റില് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റിന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊരു കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് ആണോ നോർമൽ സർവീസ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത് 3 മാസത്തിന്റെ മുകളിലെങ്കിലും, അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും ഈ സർവീസ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. ഗോട്ട് ഇറ്റ്? പിന്നെ ഇതിന്റെ പേയ്മെന്റ് ഒബ്ലിഗേഷൻ. എന്താ പേയ്മെന്റ് ഒബ്ലിഗേഷൻ? റെസിപ്പിയന്റ് പൈസ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? പീരിയോഡിക്കലി ആണ്. പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീക്ക്ലി വൺസ് ആയിരിക്കാം പേയ്മെന്റ്, മന്ത്ലി വൺസ് ആയിരിക്കാം പേയ്മെന്റ്, ക്വാർട്ടർലി വൺസ് ആയിരിക്കാം പേയ്മെന്റ്. അങ്ങനെ പീരിയോഡിക്കൽ ഒബ്ലിഗേഷൻ ആണ് പേയ്മെന്റിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സപ്ലൈ സർവീസ്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സർവീസ്. അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ സർവീസിൽ എപ്പോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്? നോക്കാം. 3 കേസ് ഉണ്ട്. ഒന്ന്, ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഈസ് ഡിറ്റർമിനബിൾ ഫ്രം ദി കോൺട്രാക്ട്. നമ്മൾ കോൺട്രാക്ട് ഒക്കെ ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതില് റെസിപ്പിയന്റ് സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കണേന് ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മാസം 10-ാം തീയതിയുടെ ഉള്ളിൽ പേയ്മെന്റ്, അല്ലെങ്കിൽ ഇന്ന മന്ത് 12ന് പേയ്മെന്റ് എന്നങ്ങനെ പേയ്മെന്റ് എന്നാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കേസ് ആണെങ്കിൽ അവിടെ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് സംഭവിക്കേണ്ടത് എന്നാണോ ആ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ കേസ്, ഡ്യൂ ഡേറ്റ് ഈസ് നോട്ട് ഡിറ്റർമിനബിൾ ഫ്രം ദി കോൺട്രാക്ട്. അതായത് ഈ കോൺട്രാക്ട് വായിച്ചു നോക്കിയാലൊന്നും ഡ്യൂ ഡേറ്റ് മനസ്സിലാവണില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്നാണോ സപ്ലയർ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് അന്നോ അതിന്റെ മുൻപ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഇനി പേയ്മെന്റ് ലിങ്ക്ഡ് ടു കംപ്ലീഷൻ ഓഫ് ഇവന്റ്. ചില കേസുകളിൽ ഒരു ഇവന്റിന്റെ കംപ്ലീഷൻ അനുസരിച്ചിരിക്കും പേയ്മെന്റ്. ഫോർ എൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് തരികയാണ് എൻ്റെ ഒരു സുഹൃത്ത്. അപ്പൊ ആള് പറയണേ, എടാ നീ ഇതിന്റെ ഒരു 50% കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ തരാനുള്ളതിന്റെ ഒരു 50% എനിക്ക് തരണം, ബാക്കി മൊത്തം കംപ്ലീഷൻ കഴിഞ്ഞാൽ ബാക്കി 100% കംപ്ലീഷൻ ബിൽഡിങ്ങിന്റെ കഴിഞ്ഞാൽ ബാക്കി പണം തരണം എന്നൊരു ഫ്രണ്ട് പറയുകയാണെങ്കിൽ, ഇവിടെ പേയ്മെന്റ് ഒബ്ലിഗേഷൻ എങ്ങനെ വരുന്നത്? ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു ആൻ ഇവന്റ് അല്ലെ. 50% കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എപ്പോഴാണോ ആ ഇവന്റ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റ ആ ഇവന്റ് എപ്പോഴാണോ സംഭവിക്കുന്നത് ആ ടൈമിൽ ആ ഡേറ്റിന് അല്ലെങ്കിൽ അതിന്റെ മുൻപ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് കണ്ടിന്യൂസ് സപ്ലൈ സർവീസസിന്റെ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. ഇനി നമുക്ക് വരാം അതർ സർവീസസ്. ബാക്കി എല്ലാ സർവീസുകളും അതിൽ നമുക്കറിയാം പല സർവീസുകൾ വിടും അല്ലെ. ലീഗൽ കൺസൾട്ടൻസി ആവാം, നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു സർവീസാണ്, എല്ലാം വിടും. ഇതില് ബാങ്കും ഇൻഷുറൻസും ആണ് ഒരു സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് സർവീസ് ചെയ്ത് കഴിഞ്ഞതിന് 45 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. ബാക്കി എല്ലാ കേസിലും സർവീസ് കൊടുത്തു കഴിഞ്ഞതിന് 30 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. വളരെ സിമ്പിൾ ആണ് അല്ലെ, ഓർത്ത് വയ്ക്കാൻ ഒരു പണിയില്ല. അപ്പോ ഇതാണ് ആക്ടിൽ പറയുന്ന ഡ്യൂ ഡേറ്റ്. എന്തിനുള്ള ഡ്യൂ ഡേറ്റ്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് പറയുന്ന ഡ്യൂ ഡേറ്റ്.
ഇനി ഒരു കേസ് കൂടി നമുക്ക് ഇതിൽ സംസാരിക്കേണ്ടത് വളരെ റയർ ആയിട്ടേ സംഭവിക്കുള്ളൂ എങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സപ്ലൈ സർവീസ് സ്റ്റോപ്സ് ബിഫോർ കംപ്ലീഷൻ. അതായത് ചില കേസിൽ സർവീസ് കഴിയണതിന്റെ മുന്നേ ആ സപ്ലൈ അവസാനിക്കാൻ സാധ്യതയുണ്ട്. പല കാരണങ്ങളാവാം, ഫ്ലഡ് വന്നിട്ടായിരിക്കാം, കോവിഡ് വന്നിട്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് സർവീസ് കഴിയണതിന്റെ മുന്നേ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറയണത്, ഈ സപ്ലയർ എത്രയാണോ സർവീസ് ചെയ്തത് ആ ചെയ്ത അത്രയ്ക്കുള്ള ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ആ ചെയ്ത അത്രയും എമൗണ്ട്, ആ ചെയ്തത് എത്ര പെർസെന്റേജ് ആണോ അത്രയും പെർസെന്റേജിന്റെ എമൗണ്ട് എഴുതിക്കൊണ്ട് ഒരു ടാക്സ് ഇൻവോയ്സ് കൊടുക്കണം. എപ്പോ കൊടുക്കണം? എപ്പോഴാണോ ഈ സപ്ലൈ അവസാനിച്ചത്, ഞാൻ പറഞ്ഞ പോലെ ഫ്ലഡോ കോവിഡ് ഒക്കെ വന്നിട്ട് എപ്പോഴാണോ, എന്നാണോ ഈ സപ്ലൈ അവസാനിച്ചത്, നിന്നത്, ആ ഡേറ്റ് അല്ലെങ്കിൽ ആ ഡേറ്റിന്റെ മുൻപ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. അപ്പൊ ഇതാണ് ഡ്യൂ ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ആസ് പെർ ആക്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ 2 ചാർട്ടുകൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് പോയാലും പ്രാക്ടിക്കൽ ലൈഫിലായാലും ഈ 2 ചാർട്ടുകളാണ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണ്ടത്. ഈ ചാർട്ടിൽ നിന്നാണ് ഇനി നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഊഹിക്കാൻ നിങ്ങൾക്ക് എല്ലാം ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ നോ വറീസ്, ഈ എക്സാമ്പിൾസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പക്കയായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആ എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ 1, 2, 3, 4, 5 5 എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കേസ് സ്റ്റഡീസ് ആണല്ല. അതിന്റെ മുൻപ് എനിക്ക് പലരുടെയും ഈ ഒരു സ്റ്റേജിലെ ടെൻഷൻ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെ ഇതിൽ നിന്നൊരു ചോദ്യം ഒന്ന് ആൻസർ ചെയ്യണമെന്ന് മനസ്സിലാവണില്ല, എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവണം. നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ആ കൺഫ്യൂഷൻ തീർക്കാൻ എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. ടെംപ്ലേറ്റ് മീൻസ് ഒരു സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാൻ പോകണം. ടെംപ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു 6 സ്റ്റെപ്പ് ഞാൻ പറയും. ആ 6 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് 1, കൺഫേം വെദർ ഇറ്റ് ഈസ് എ സപ്ലൈ സർവീസ്. അതൊരു സർവീസ് ആണോ എന്ന് കൺഫേം ചെയ്യാം. ഒരു പണിയില്ലല്ലേ ഇത് കൺഫേം ചെയ്യാൻ. നമുക്കറിയാം ഒരു ട്രാൻസാക്ഷൻ ഗൂഡ്സ് ആണോ സർവീസ് ആണോ എന്നൊക്കെ നോക്കാനുള്ള വിവരം നമുക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാതെ അപ്പൊ അത് സപ്ലൈ സർവീസ് ആണോ എന്ന് നോക്കുക. നോക്കി അടുത്ത് നോക്കേണ്ടത് കൺഫേം വെദർ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ഫോർവേഡ് ചാർജ് മെക്കാനിസം. FCM-ൽ ടാക്സ് അടയ്ക്കുന്ന ഒരു സർവീസ് ആണോ അതൊന്നും നോക്കുക. ഇതും നോക്കാൻ ഞങ്ങൾക്ക് അറിയാം, കാരണം ഞങ്ങൾക്ക് RCM സർവീസുകൾ അറിയാം. RCM സർവീസുകൾ അറിഞ്ഞാൽ അതല്ലാത്ത എല്ലാം FCM ആണെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പൊ FCM ട്രാൻസാക്ഷൻസ് ഞങ്ങൾക്ക് അറിയാം. 3ാമത്തെ സ്റ്റെപ്പ് എന്താണ്? സെലക്ട് ദി ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ഫ്രം ചാർട്ട് 2. നിങ്ങൾ ചാർട്ട് 2 ഒന്ന് നോക്കി, നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ചാർട്ട് 2 ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ്, സർവീസസ് ബൈ ബാങ്ക് ഓർ ഇൻഷുറൻസ്, കേസസ് വേർ സപ്ലൈ സ്റ്റോപ്ഡ് ബിഫോർ കംപ്ലീഷൻ, ഓൾ അതർ കേസസ്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് കേസുകൾ അവിടെ പറയുന്നുണ്ട് ചാർട്ട് 2-ല്. ഇതില് നിങ്ങളുടെ കേസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തു. അടുത്ത എന്താണ്? നൗ ഫ്രം ദി ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദി ഡേറ്റ് ബൈ വിച്ച് ദ സപ്ലയർ ഹാസ് ഇഷ്യൂഡ് ഇൻവോയ്സ് ടു ദ റെസിപ്പിയന്റ്. ഇതാണ് അതിൽ മേജർ ഏരിയ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ടാക്സ് ഇൻവോയ്സ് എന്നാണ് റൈസ് ചെയ്തെന്നുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇത് തരാതിരിക്കില്ല, ഇത് തന്നെ പറ്റും. അപ്പൊ ടാക്സ് ഇൻവോയ്സ് എന്നാണ് റൈസ് ചെയ്തിരിക്കണേ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റിയൽ ലൈഫിലാണെങ്കിൽ നമുക്ക് സപ്ലയറോട് ചോദിച്ചാൽ മനസ്സിലാവും. സപ്ലയർ പറയും, സാറേ ഞങ്ങൾ ഇന്ന ഡേറ്റിനാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതെന്ന് അയാൾ പറയും. ആ ഡേറ്റ് ഉണ്ട് എടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ് ഉണ്ട് കേട്ടോ. ഇനി നേരെ ചാർട്ട് 2-ൽ പോയിട്ട് ഈ ഡേറ്റ് ഇങ്ങനെ നോക്കുക. ഈ ഡേറ്റ് നോക്കിയിട്ട് ചാർട്ട് 2-ലേക്ക് നോക്കിയിട്ട് നമ്മള് ആക്ടില് പറയുന്ന ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണത്, അതോ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണേ എന്ന് നോക്കുക. കൺഫേം വെദർ ദ സപ്ലയർ റൈസ്ഡ് ഇൻവോയ്സ് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ഓർ നോട്ട് വിത്തിൻ ദ ഡ്യൂ ഡേറ്റ്. അപ്പൊ നമ്മളത് നോക്കി ചാർട്ട് 2-ൽ പോയിട്ട് നോക്കി. നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കി ഇത് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതോ അത് കഴിഞ്ഞിട്ടാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കി. ഇനി എന്താ ചെയ്യാനുള്ളത്? അപ്പൊ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. ചാർട്ട് 1-ലേക്ക് ഒന്ന് നോക്കി നോക്കിയേ. ചാർട്ട് 1-ലെ ഇവന്റ് 1-ലാണോ ഇവന്റ് 2-ലാണോ നമ്മൾ പെടുക എന്നുള്ളത് ഉറപ്പായി. ഇവന്റ് 1-ലാണെങ്കിൽ ഇവന്റ് 1-ൽ പറയുന്ന 2 ഡേറ്റുകളിൽ എർലിയർ ഡേറ്റ് എടുക്കുക. ഇവന്റ് 2-ലാണ് നിങ്ങൾ പെടുന്നതെന്നുണ്ടെങ്കിൽ ഇവന്റ് 2-ൽ പറയുന്ന 2 ഡേറ്റുകളിലെ എർലിയർ ഡേറ്റ് എടുക്കുക. പരിപാടി കഴിഞ്ഞു, കഥം കുത.
Go to chart 1 and select the earlier date from event 1 or event 2 as the case may be. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അതിനെ ഡീൽ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. ഇനി ശരിക്കും എക്സാമ്പിളുകളിലേക്ക് പോവാം. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ഏതാന്ന് നോക്കാം അല്ലെ. എക്സാമ്പിൾ നമ്പർ 1. സപ്ലയർ അഭയാണ്, റെസിപ്പിയന്റ് CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണ്. സപ്ലൈ എന്താണ്? GST ലൈവ് ക്ലാസ് കൊടുക്കുകയാണ്. അഭയ് കുറച്ച് CA ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് GSTയുടെ ലൈവ് ക്ലാസ് കൊടുക്കുകയാണ്. എന്നുകൊണ്ട് എന്നാ വരെയാണ്? ഫ്രം 1st of April to 31st of July. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസം ഉണ്ടല്ലേ? 4 മാസത്തെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. എനിക്കൊന്ന് മോർണിംഗ് ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്. 1 മണിക്കൂർ ഒരു ദിവസം വെച്ചിട്ട് റെഗുലർ ക്ലാസ് ആണ് എന്തായാലും. അപ്പൊ 4 മാസം കൊണ്ടാണ് ഇത് തീർക്കുന്നത്. ഇതിന് നമ്മൾ ആക്ടിൽ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് എന്ന് വിളിക്കും. ഫീസ് എത്രയാണ്? 290 പെർ സ്റ്റുഡന്റ്. ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് 290 rupees ആണ് വാങ്ങുന്നത്. പലർക്കും വിചാരിക്കുന്നത് എന്താണ് ഈ 290യുടെ കണക്ക്? ഞാൻ ശരിക്കും CA ഇന്റർമീഡിയറ്റിന്റെ സിലബസ് റെക്കോർഡ് ചെയ്ത് വെച്ചത് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നിന്ന് 290 ആണ് കളക്ട് ചെയ്യണം. അപ്പൊ ആ സെയിം റേറ്റ് അവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഓക്കെ. ആസ് പെർ ദി അഗ്രീഡ് ടേംസ് സ്റ്റുഡന്റ് ഹാസ് ടു പേ ഓൺ 10th of April. കോൺട്രാക്ട് പ്രകാരം സ്റ്റുഡന്റും അഭയും തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്. കോൺട്രാക്ട് പ്രകാരം എല്ലാ സ്റ്റുഡന്റും ഏപ്രിൽ 10th പേയ്മെന്റ് തരണം. ഇങ്ങനെ ഒരു ക്ലോസ് അഗ്രിമെന്റിലുണ്ട്. നമുക്ക് ആ ഒരു ടൈം ലൈൻ നോക്കാം. 1st of April ക്ലാസ് തുടങ്ങി, 31st of July ക്ലാസ് അവസാനിച്ചു. 10th of April പേയ്മെന്റ് തരേണ്ടത്. പേയ്മെന്റ് കിട്ടിയത് 20th. സ്വാഭാവികം. 20th പേയ്മെന്റ് കിട്ടിയപ്പോ 21st ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ചോദ്യം ഇതാണ്, ടൈം ഓഫ് സപ്ലൈ ഇവിടെ എന്താണ് എന്നാണ് ടൈം ഓഫ് സപ്ലൈ. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഗൈഡ് ലൈൻ നമുക്കൊന്ന് റിമൂവ് ചെയ്യാൻ ആദ്യം എന്താ നോക്കേണ്ടത്? ഇതൊരു സർവീസ് ആണോ? അതെ, ഇതൊരു സർവീസ് ആണ്. ഇത് ഫോർവേഡ് ചാർജിലാണോ ടാക്സബിൾ? അതെ, ഇത് ഫോർവേഡ് ചാർജിലാണ് ടാക്സബിൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതിൽ പെടും? ഏതാണ് നിങ്ങളുടെ നാച്ചർ ഓഫ് സർവീസ്? ഇതൊരു കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് ആണ്. ഓക്കെ. അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 21st of May അവിടെ എഴുതിയിട്ടുണ്ട്. ശരി, നിങ്ങൾ ആക്ട് പ്രകാരം പറയുന്ന ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ടാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ആക്ടിന് എന്താ ഡ്യൂ ഡേറ്റ് പറയുന്നത്? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിന്റെ കേസിൽ ചാർട്ട് 2 നോക്കൂ. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസിന്റെ കേസിൽ പേയ്മെന്റ് ഡേറ്റ് ഡിറ്റർമിൻ ആയ കേസിൽ ആ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ മുൻപ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ഇവിടെ ആ ഡേറ്റ് ഏതാണ്? 10th of April അല്ലേ? പേയ്മെന്റ് തരാൻ ഏറ്റ ഡേറ്റ് 10th of April. ആ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ മുൻപ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇൻവോയ്സ്. ഇവിടെ അതിന്റെ മുൻപാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? അല്ല, ഇവിടെ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ചാർട്ട് 1ലേക്ക് നോക്കി എവിടെ പെടും? നമ്മൾ ചാർട്ട് 1 ഇവന്റ് 2 പെടും അല്ലെ? അതായത് ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിലല്ല നമ്മൾ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇവന്റ് 2 ടൈം ഓഫ് സപ്ലൈ ഏതാ പറയുന്നത്? earlier date of provision of service or date of payment. provision of service എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ് കഴിയുന്ന ദിവസം, സർവീസ് കഴിയുന്ന ഡേറ്റ് 31st of July compared with payment date. പേയ്മെന്റ് ഡേറ്റ് എന്നാ? എനിക്ക് പേയ്മെന്റ് കിട്ടിയത് 20th May. 20th May വേഴ്സസ് 31st of July. ആദ്യം വരുന്ന ഡേറ്റ് ഏതാ? 20th May. അപ്പൊ എന്റെ ടൈം ഓഫ് സപ്ലൈ ഏതാ? 20th. വളരെ സിമ്പിൾ ആണല്ലേ? നമുക്ക് എക്സാമ്പിൾ 2ലേക്ക് പോകാം. സമയം കളയണ്ട. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഗ്രിപ്പ് കിട്ടിയ ഗ്രിപ്പിന്റെ മുകളിൽ രോഹിത് ശർമ്മയൊക്കെ ഫോം ആവുന്ന പോലെ ഒരു 4 4 ഒരു 5 6 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ നല്ല ഫോമിലാണ്. ആ ഫോം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എക്സാമ്പിൾ 2 സെയിം കേസ്. ഫീ ഒക്കെ 290 സെയിം ആണ്, എല്ലാം സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരു വരി മിസ്സിംഗ് ആണ്. പേയ്മെന്റ് എന്ന് തരണം എന്നൊന്നും കോൺട്രാക്റ്റിലൊന്നും പറയണില്ല. കോൺട്രാക്ട് സൈലന്റ് ആണ് ആ കേസിൽ. കോൺട്രാക്ട് ഒന്നും പറയണില്ല. ആയിക്കോട്ടെ, ആ കേസിലും ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1ാം തീയതി തുടങ്ങി 31ാം തീയതി അവസാനിച്ചു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 15th of May. പേയ്മെന്റ് കിട്ടിയത് 20th May. എനിക്കറിയാം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത സ്റ്റുഡൻസ് ഒക്കെ മാന്യന്മാരാണ്. ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെന്റ് തരും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 15th May ഇൻവോയ്സ് ആയി ഇഷ്യൂ ചെയ്തു. 20ാം തീയതി എനിക്ക് പേയ്മെന്റ് കിട്ടി. ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എന്താ പറഞ്ഞിരിക്കണ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് ആക്ടിൽ എങ്ങനെ പറഞ്ഞിരിക്കണം? പേയ്മെന്റ് അതിനെ കുറിച്ച് ഒന്നും അഗ്രിമെന്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നാണോ നമുക്ക് പേയ്മെന്റ് കിട്ടിയത് ആ ഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ മുൻപായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഇവിടെ 20th May പേയ്മെന്റ് കിട്ടുന്നത്. അതിന്റെ മുൻപായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്.
അപ്പൊ നമ്മൾ ഇവന്റ് 1 വിട്ടു. ചാർട്ട് 1 നോക്കിയാൽ നിങ്ങൾ ഇവന്റ് 1 വിട്ടു. ഇവന്റ് 1 വിട്ട കമ്പയർ ചെയ്യേണ്ട 2 ഡേറ്റ് ഏതാ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റ്, വിച്ച് എവർ ഈസ് എർലിയർ. ഇവിടെ 15th of May വേഴ്സസ് 20th of May. 15th of May ആണ് എർലിയർ ഡേറ്റ്. എന്റെ ടൈം ഓഫ് സപ്ലൈ 15th of May ആണ് എന്റെ ടൈം ഓഫ് സപ്ലൈ. 15th of May തൊട്ട് ഞാൻ ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ്. ഗോട്ട് ഇറ്റ്? അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. കട്ട ഫോമിലാണ്. എക്സാമ്പിൾ 3. സെയിം കേസ്, ഒരു ചെറിയ മാറ്റമുണ്ട്. ആസ് പെർ കോൺട്രാക്ട് the payment is required to be done by student only after the completion of entire syllabus. പെട്ടുപോയി. മൊത്തം സിലബസ് എടുത്ത് കഴിഞ്ഞിട്ട് പൈസ തന്നാൽ മതി എന്ന് അബൈ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് എഴുതി വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസിനോട് പറഞ്ഞിട്ടുണ്ട്. അബൈ പറഞ്ഞിരിക്കുകയാണ്, മൊത്തം സിലബസ് എന്നാണ് എടുത്തു കഴിയുന്നത് നിങ്ങൾ അന്ന് പൈസ തന്നാൽ മതി. എത്ര വലിയ വിശാല മനസ്കത ഉള്ള ആളാണല്ലോ ഈ അബൈ എന്ന് പറയുന്ന വ്യക്തി. എല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് പേയ്മെന്റ് തന്നാൽ മതി. അപ്പൊ ഈ കേസിൽ ഇവിടെ എന്താ സംഭവിക്കണം? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? കംപ്ലീഷൻ ഓഫ് ഒരു ഇവന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് പേയ്മെന്റ് കിടക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടല്ലേ? എന്താണ്? ക്ലാസ് എന്ന് കഴിയുന്നു അന്നാണ് പേയ്മെന്റ്. അപ്പൊ അതാണ് ഇവന്റ്. ക്ലാസ് കഴിയുക എന്നുള്ളതാണ് ഇവന്റ്. അപ്പൊ ആ കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണെന്ന് നോക്കാൻ നമുക്കറിയാം. ഇവിടെ ഇൻവോയ്സ് ഞാൻ ഇഷ്യൂ ചെയ്തത് 20th of July. പേയ്മെന്റ് എനിക്ക് കിട്ടിയത് August 2 ഇവിടെ ആക്ടിൽ പറയുന്ന ഡ്യൂ ഡേറ്റ് ടു ഇഷ്യൂ ഇൻവോയ്സ് ഏതാ? എന്നാണോ ആ ഇവന്റ്, ആ ഇവന്റിന്റെ മുൻപായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ ഏതാണ് ഇവന്റ്? കംപ്ലീഷൻ ഓഫ് സിലബസ്. കംപ്ലീഷൻ ഓഫ് സിലബസ് സംഭവിക്കുന്ന എന്നാ? 31st of July. അതിന്റെ മുൻപ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ പെട്ടു? ഇവന്റ് 1 വിട്ടു. ഇവന്റ് 1 എന്താ പറയുന്നത്? ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഇൻവോയ്സ് ഡേറ്റ് 20th of July, പേയ്മെന്റ് ഡേറ്റ് 2nd of August. ഏതാ എർലിയർ ഡേറ്റ്? 20th of July. അടുത്ത എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എക്സാമ്പിൾ ആണ്. സെയിം കേസ്, പക്ഷേ 1st of April to 31st of May വരെയാണ് ക്ലാസ് ഉള്ളൂ. 2 മാസം, ഏപ്രിൽ മെയ്. ക്രാഷ് കോഴ്സ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ ഇപ്രാവശ്യം. ഫീസ് ഒക്കെ സെയിം ആണ് കേട്ടോ. 2 മാസത്തിൽ ക്ലാസ് കഴിയും. നമുക്ക് ആ ടൈം ലൈൻ ഒന്ന് നോക്കാം. 1st of April ക്ലാസ് തുടങ്ങുന്നു, 31st of May ക്ലാസ് അവസാനിക്കുന്നു. ഇത് എന്ത് ടൈപ്പ് ഓഫ് സർവീസ്? ഇത് കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് അല്ല, ഇതൊരു നോർമൽ സർവീസ് ആണല്ലേ. ഒരു 2 മാസമുള്ള ഇതൊരു സാധാ സർവീസ് ആണ്. പേയ്മെന്റ് റിസീവ്ഡ് 25th of March. ദൈവമേ, അഡ്വാൻസ് കിട്ടി എനിക്ക്. സപ്ലൈ തുടങ്ങിയിട്ട് പോലുമില്ല ഞാൻ, അതിന്റെ മുൻപ് എനിക്ക് പൈസ കിട്ടി. പേയ്മെന്റ് റിസീവ്ഡ് ഓൺ 25th of March. വലിയൊരു കാര്യമാണല്ലോ. സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച വലിയൊരു നല്ല മനസ്സാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ബിസിനസ് പാർലൻസിൽ അഡ്വാൻസ് എന്ന് വിളിക്കില്ലേ? സപ്ലൈ തുടങ്ങുന്നതിന് മുന്നേ പൈസ കിട്ടിയതിനെ എന്ത് വിളിക്കും? അഡ്വാൻസ് എന്ന് വിളിക്കും. എനിക്ക് 25ാം തീയതി ക്യാഷ് കിട്ടി. ക്ലാസ് ഒക്കെ തുടങ്ങി ഒരു 10ാം തീയതി ഒക്കെ ആയപ്പോൾ ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. നമുക്കറിയാം സർവീസിന്റെ അവിടെ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. എന്നാണ് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? ആക്ച്വലി സർവീസ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിന്റെ ഉള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി ആക്ട് പ്രകാരം. ശരിക്കും 30th June വരെ എനിക്ക് സമയമുണ്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ. പക്ഷെ ഞാൻ 10ാം തീയതി തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, നോ ഇഷ്യൂ. അപ്പൊ ഞാൻ ഏതിൽ വിട്ടു? ഇവന്റ് 1 വിട്ടു. ചാർട്ടിലേക്ക് നോക്കി ഞാൻ ഇവന്റ് 1 വിട്ടു. ഇവന്റ് 1 എന്താ പറഞ്ഞത്? ഇൻവോയ്സ് ഡേറ്റ് ഓർ പേയ്മെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഇവിടെ പേയ്മെന്റ് ഡേറ്റ് 25ാം തീയതി, അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ 25ാം തീയതി ആയിരിക്കും എന്റെ ടൈം. മാർച്ചിലെ ഞാൻ ടാക്സ് അടയ്ക്കാൻ ലയബിളായി. ഞാൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല, പക്ഷെ ഞാൻ ടാക്സ് അടയ്ക്കാൻ ലയബിളായി. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? സർവീസിൽ അഡ്വാൻസ് റിസീവ് ചെയ്താൽ അത് അപ്പോ ടാക്സബിൾ ആണ്. സപ്ലൈ ചെയ്യണമെന്നില്ല. സർവീസിൽ ഫോർവേഡ് ചാർജിൽ അഡ്വാൻസ് റിസീവ് ചെയ്താൽ അത് അപ്പോ ടാക്സബിൾ ആണ്. സപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് ഞാൻ ഇത്രയും ഫോക്കസ് കൊടുക്കാൻ കാരണം ഇതൊരു അമെൻമെന്റ് ആണ്. ഗുഡ്സിന്റെ കേസിൽ ഇറ്റ് ഈസ് ഡിഫറെന്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ ഇത്ര എംഫസിസ് കൊടുക്കുന്നത്. ഗുഡ്സിന്റെ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ, ഇപ്പൊ ഇത്ര അറിഞ്ഞാൽ മതി. ഒരു എക്സാമ്പിളും കൂടി നോക്കാം നമുക്ക്. ലാസ്റ്റ് എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. സെയിം കേസ്, 2 മാസത്തെ ക്ലാസ്, 290 രൂപ. ബട്ട് ഡ്യൂ ടു ഹെവി ഫ്ലഡ് ക്ലാസ് വാസ് സ്റ്റോപ്ഡ് ഓൺ 10th of April. അയ്യോ, ക്ലാസ് നടന്നില്ല. 10ാം തീയതി 10th April ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു.
By that time, Abhay completed 2 chapters of GST and invoice of INR 60 per student was issued on 15th of April. ആഹാ ബെസ്റ്റ്. ക്ലാസ് ഫ്ലഡ് കാരണം നിന്നു എന്ന് വെച്ചിട്ട് അഭയുണ്ട് കൊടുന്നു. അഭയ പറയണേ 2 ചാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് ആ 2 ചാപ്റ്റർ എടുത്ത് എന്റെ പൈസ കിട്ടിയേ പറ്റും. ഞാൻ ഓരോ സ്റ്റുഡന്റിന് 60 രൂപയുടെ ഓരോ ഇൻവോയ്സ് വെച്ച് അയക്കണം എന്ന് 15th of April. പേയ്മെന്റ് കിട്ടി 10th. 10th of May ആയപ്പോഴേക്കും പേയ്മെന്റ് കിട്ടി. ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എപ്പോഴാണ്? ആക്ട് പറയുന്നത് എപ്പോഴാണ് ക്ലാസ് അവസാനിച്ചത് അതിന്റെ മുൻപ് എപ്പോഴെങ്കിലും ആയിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ടൈമിലാണോ? അല്ല, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവന്റ് 2 വിട്ടു. ഇവന്റ് 2 പറയുന്നത് എന്താ? എപ്പോഴാണോ സർവീസ് അവസാനിച്ചത്, പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന 10th of April, പേയ്മെന്റ് എന്ന 10th of May. ഏത് ഏർലിയർ? 10th of April. ടൈം ഓഫ് സപ്ലൈ 10th of April. അപ്പൊ നമ്മളിപ്പോ എന്ത് കവർ ചെയ്തു? ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, ഫോർവേഡ് ചാർജ് മെക്കാനിസം മൊത്തം നമ്മൾ തീർത്തു. ആ 2 ചാർട്ടിനെ ചുറ്റിപ്പറ്റിയാണ് എൻറ്റയർ ഡിസ്കഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇതിന്റെ അനിയന്മാരാണ് വരുന്നത്. കുറച്ചും കൂടെ നമുക്ക് കവർ ചെയ്യണം. ഇനി ഇതിന്റെ അനിയന്മാരാണ്. അപ്പൊ ഏട്ടന്റെ ഒരു ബാക്കി തന്നെയാണ് അനിയന്മാര്. അപ്പൊ ഇനി പഠിക്കാൻ എളുപ്പമാണ്. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിൽ ഫോർവേഡ് ചാർജിൽ എന്താ സംഭവിക്കുക എന്ന് പഠിച്ചു. ഇനി നമുക്ക് റിവേഴ്സ് ചാർജിൽ, സർവീസിൽ തന്നെ റിവേഴ്സ് ചാർജ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. റിവേഴ്സ് ചാർജിൽ ഏതൊക്കെ വരികയെന്ന് നമുക്കറിയാലേ. അതായത് ലീഗൽ കൺസൾട്ടൻസി, GTI, ഇതൊക്കെ റിവേഴ്സ് ചാർജ് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. നമ്മൾ ചാർജ് അണ്ടർ GST ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് ചാർജിൽ അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് അണ്ടർ റിവേഴ്സ് ചാർജ് ഷാൾ ബി ദ ഏർലിയസ്റ്റ് ഓഫ് ദി 2. ഡേറ്റ് ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ 61st day ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ സപ്ലയർ. ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓർ 61st day ഫ്രം ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഒന്നല്ലെങ്കിൽ എനിക്ക് പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്റെ റെസിപ്പിയന്റിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 61st day, ഇന്നാണ് ഇൻവോയ്സ് ഇഷ്യൂ ആണെങ്കിൽ 61st day ആ വരുന്ന ഡേറ്റ്, ആ ഡേറ്റും പേയ്മെന്റ് ഡേറ്റും നമ്മൾ കമ്പയർ ചെയ്തതിൽ അതിൽ ഏർലിയസ്റ്റ് ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ആ ഡേറ്റിനായിരിക്കണം റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കേണ്ടത്. റിവേഴ്സ് ചാർജ് ആവുകൊണ്ട് റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കുക. ആ ഡേറ്റിനായിരിക്കണം റെസിപ്പിയന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടാക്സ് കൊടുക്കേണ്ടത്. ഓട്ടെ, പേടിക്കേണ്ട, ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. അഡ്വക്കേറ്റ് അഭയ്, പെട്ടെന്ന് ഞാൻ അഡ്വക്കേറ്റ് ആയിട്ടോ. റെസിപ്പിയന്റ് ജോൺ, സപ്ലയർ ഞാൻ അഡ്വക്കേറ്റ് അഭയ് ആണ്, റെസിപ്പിയന്റ് ജോൺ. സപ്ലൈ ലീഗൽ കൺസൾട്ടൻസിയാണ്. എന്താണ്? നിയമപരമായി എന്തോ ഒരു അഡ്വൈസ് കൊടുക്കുകയാണ് ഞാൻ. ഫീ 2 ലക്ഷം രൂപ. സ്റ്റുഡൻസിന്റെ അടുത്ത് 290 രൂപ പിടിക്കണ പോലെയല്ല. ക്ലയൻസിന് കണ്ട ബിസിനസ് എൻറ്റിറ്റികൾ വന്നാൽ ഞാൻ വിട്ടില്ല, പിഴിഞ്ഞെടുക്കും ഞാൻ. 2 ലക്ഷം രൂപയാണ് ഞാൻ ചാർജ് ചെയ്തിരിക്കുന്നത്. പ്രൊക്യൂർഡ് ലീഗൽ സർവീസസ് ഓൺ 1st of April. 1ാം തീയതി ലീഗൽ സർവീസ് കൊടുത്തു, 10ാം തീയതി പേയ്മെന്റ് കിട്ടി, 15ാം തീയതി ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. എന്നാണ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ എന്നാണ് ആരാ നോക്കട്ടെ? ജോണാ നോക്കേണ്ടത്. കാരണം ഇവിടെ റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കുക, റിവേഴ്സ് ചാർജ് ആണല്ലേ. അപ്പൊ ജോണിന്റെ ടൈം ഓഫ് സപ്ലൈ എന്താണ്? ഒന്നല്ലെങ്കിൽ പേയ്മെന്റ് ഡേറ്റ് 10ാം തീയതി, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 61st day. 61st day എന്ന് പറയുന്നത് 15th of June. ഈ ഡേറ്റിൽ രണ്ടിൽ ഏർലിയർ ഡേറ്റ് 10th of April 15th of June. ഇതിൽ ഏർലിയർ ഡേറ്റ് ഏതാ? 10th of April. അപ്പൊ 10th of April തൊട്ടിട്ട് ടാക്സ് അടയ്ക്കാൻ ജോൺ ലയബിൾ ആണ് റിവേഴ്സ് ചാർജ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റിവേഴ്സ് ചാർജ്. കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇനി വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇനി ചടപടേ എന്ന് വെച്ചിട്ട് പരിപാടി കഴിയും. അപ്പൊ ഏറ്റവും മേജർ ഏരിയ സപ്ലയർ സർവീസിൽ ഫോർവേഡ് ചാർജ് ആയിരുന്നു. റിവേഴ്സ് ചാർജ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒബ്വിയസ്ലി അടുത്തത് ഏതായിരിക്കും? സർവീസ് കഴിഞ്ഞു, സർവീസിൽ ഫോർവേഡ് ചാർജും റിവേഴ്സ് ചാർജും കഴിഞ്ഞു. അടുത്തത് സപ്ലൈ ഓഫ് ഗൂഡ്സ്. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ഏതാന്ന് നോക്കാം. അല്ലെ, ഇനി കുറച്ചേ ഉള്ളൂ, നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സില് ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന കേസിനെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഞാനൊരു ഗുഡ്സ് വിൽക്കുകയാണ്, ഞാൻ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിച്ചുകൊണ്ട് ആ ഗുഡ്സ് വിൽക്കുന്നു. ഗുഡ്സ് എന്താ നമുക്കറിയാം, ഇനി മൂവബിൾ ഐറ്റം അല്ലെ. അപ്പൊ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ് ഷാൾ ബി ഏർലിയസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് 3 ലെഗ് കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെയൊക്കെ 2 ലെഗാണ് കമ്പയർ ചെയ്തിരുന്നത്, ഇവിടെ 3 ലെഗ് കമ്പയർ ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. ഒന്ന് ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, നമ്മൾ അവിടെ പറഞ്ഞ പോലെ ആക്ച്വൽ ഡേറ്റ്. 2 ഡ്യൂ ഡേറ്റ് ഫോർ ഇഷ്യൂ ഓഫ് ടാക്സ് ഇൻവോയ്സ് ആസ് പെർ ആക്ട്. 2 ആക്ടിൽ പറയുന്ന ഡ്യൂ ഡേറ്റ്. നേരത്തെ മനസ്സിന്ന് വിടണം കേട്ടോ, അത് ഫ്രഷ് ടോപ്പിക് ആണ്, ഗുഡ്സിന്റെ കേസാണ്. ഒന്ന് ആക്ച്വലി ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, 2
ഞാൻ ആക്ട് പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ്, 3 പേയ്മെന്റ് ഡേറ്റ്. ഇങ്ങനെ 3 ലെഗുകളാണ് കമ്പയർ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 3ാമത്തെ ലെഗ് ആണ് പോയി, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, 3ാമത്തെ ലെഗിനെ ഡെഫർ ചെയ്തു. അപ്പൊ 3ാമത്തെ ലെഗ് ഇവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ലെഗാണ് കമ്പയർ ചെയ്യുന്നുള്ളൂ. 3ാമത്തെ ലെഗായ പേയ്മെന്റ് സൈലന്റ് ആണ്. അപ്പൊ പേയ്മെന്റിന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഗുഡ്സിന്റെ കേസിൽ പേയ്മെന്റിന് ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായി. ഗോട്ട് ഇറ്റ്? നോക്കാം. ഇവിടെ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നമുക്ക് നോക്കാറിയാം. പക്ഷെ ഗുഡ്സിന്റെ കേസിൽ ആക്ട് പറയുന്ന ഡ്യൂ ഡേറ്റ് ഏതാണെന്ന് അറിയില്ല. അപ്പൊ ഓരോ കേസിലും ആക്ട് പറയുന്ന ഡ്യൂ ഡേറ്റ് ഏതാണെന്ന് നോക്കണം. നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് പറഞ്ഞ പോലെ ഇവിടെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ഉണ്ട്. അപ്പൊ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗൂഡ്സിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കണ്ടോ, ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദി ടൈം ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ് ഓർ ഈച്ച് പേയ്മെന്റ് ഈസ് റിസീവ്ഡ്. ഇൻവോയ്സ് എപ്പോൾ ഇഷ്യൂ ചെയ്യണം? ഏതൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ഇല്ലേ സപ്ലയർ. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു കൺസൾട്ടൻസി ഫേം ഉണ്ട്. അവിടേക്ക് ഒരു കടയിൽ നിന്ന് ഡെയിലി ഓരോ ക്യാൻ വാട്ടർ, ഒരു 20 ലിറ്റേഴ്സിന്റെ വാട്ടർ ക്യാൻ ഡെയിലി കൊണ്ടുവന്ന് തരും. അപ്പൊ ഇറ്റ്സ് എ കണ്ടിന്യൂസ് സപ്ലൈ അല്ലെ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. അപ്പൊ ഇതില് ഈ പയ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓരോ ആഴ്ചയും തോറും എനിക്ക് ഓരോ സക്സസീവ് സ്റ്റേറ്റ്മെന്റ്സ് തരും. എന്താണെന്നറിയോ? ഒരാഴ്ചയിൽ 7 ക്യാന് നിങ്ങൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സക്സസീവ് സ്റ്റേറ്റ്മെന്റ് തരും. അപ്പൊ ഇതിന് ഞാനൊരു പേയ്മെന്റ് കൊടുക്കും അല്ലെ. ഞാനും ആളും പറഞ്ഞു വെച്ചിരിക്കുന്ന രീതിയിൽ ഓരോ പീരീഡ് കഴിയുമ്പോൾ ഞാനൊരു പേയ്മെന്റ് കൊടുക്കും. ഇതിനാണ് നമ്മൾ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സക്സസീവ് പേയ്മെന്റ് എന്നൊക്കെ പറയാം. ഇതില് ആദ്യം ഏതാണ് വരുന്നത്? സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ സക്സസീവ് പേയ്മെന്റ് ആയിരിക്കും. ഇതില് ആദ്യം ആ സക്സസീവ് പേയ്മെന്റിന്റെ കേസ് ആണെങ്കിൽ ആ ഡേറ്റിന്റെ മുൻപ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ആ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഓർ സക്സസീവ് പേയ്മെന്റ് സംഭവിക്കുന്ന ആ ഡേറ്റിന്റെ മുൻപെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസസിൽ അതാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ, ഇതിന് കൂടുതൽ എക്സാമ്പിളുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് മനസ്സിലായി. 2, ഗൂഡ്സ് സെൻഡ് അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്. എന്താ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്? നമ്മൾ CPT പഠിച്ചിട്ടുണ്ട്. സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ്, ഞാൻ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു, അയാൾ അതൊക്കെ നോക്കി, ഇപ്പൊ ജ്വല്ലറി ആണെങ്കിൽ ഞാനൊരു ഗോൾഡ് ചെയിൻ അയച്ചു കൊടുക്കുന്നു, അയാൾ ഗോൾഡ് ചെയിൻ ഒക്കെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ അപ്രൂവ് ചെയ്യണം. അപ്പൊ ഞാനത് വിറ്റ പോലെ ആയി, ഇല്ലെങ്കിൽ അയാൾ അത് തിരിച്ചയക്കും. ഇതാണ് ഗൂഡ്സ് സെൻഡ് അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് അല്ലെ. ഇതിൽ ഞാൻ ഇൻവോയ്സ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് അപ്രൂവൽ. ഒന്നല്ലെങ്കിൽ അയാൾ അപ്രൂവൽ ചെയ്യണ ആ ടൈമിൽ, അല്ലെങ്കിൽ അതിന്റെ മുൻപ്, അല്ലെങ്കിൽ 6 months ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ. ഞാനിത് അയച്ചു കൊടുത്തിട്ട് 6 മാസം, ഈ 2 ഡേറ്റിൽ ഏതാണ് ഏർലിയർ ഡേറ്റ് വരുന്നത്? അതിന്റെ ഉള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. എല്ലാ സപ്ലൈയിലും ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇല്ലാത്ത സപ്ലൈ ഉണ്ട്. പക്ഷെ ഗുഡ്സ് മൂവ് ചെയ്യുന്ന കേസിൽ, ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ വിൽക്കുകയാണെങ്കിൽ ഇത് ഞാൻ വേറെ ആളേക്ക് വിൽക്കുമ്പോൾ ഗുഡ്സ് ആർ മൂവിങ് അല്ലെ. അപ്പൊ സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയാൻ പറ്റും. ആ കേസിൽ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ സപ്ലൈ. എപ്പോഴാണ് ഞാൻ ഈ ഗുഡ്സ്, ഈ മൊബൈൽ ഫോൺ എന്റെ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം ആക്ട് പ്രകാരം. ഇനി സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ, മൂവ്മെന്റ് ഇല്ലാത്ത കേസാണ്, ഗുഡ്സിന്റെ മൂവ്മെന്റ് ഇല്ലാത്ത കേസാണെങ്കിൽ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് അറ്റ് ദി ടൈം ഓഫ് മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ടു ദ റെസിപ്പിയന്റ്. എപ്പോഴാണോ ഈ ഗുഡ്സ് റെസിപ്പിയന്റിന് അവൈലബിൾ ആക്കുന്നത് അപ്പോ. ഇതിനൊരു എക്സാമ്പിൾ വേണമല്ലോ, ഇല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ എന്റെ ഈ റൂം ഞാൻ വേറൊരാൾക്ക് വിൽക്കണമെന്ന് വിചാരിക്കാം. ഞാൻ ഈ റൂം വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇരിക്കുന്ന ചെയർ, ഈ ടേബിൾ ഒക്കെ ഞാൻ വിൽക്കുന്നുണ്ട്. ഞാൻ ഈ ടേബിളിലും ചെയറിനൊക്കെ വേറെ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ബിൽഡിംഗ് ഞാൻ വിൽക്കുമ്പോൾ ആക്ച്വലി ഈ ഗുഡ്സിന് മൂവ്മെന്റ് സംഭവിക്കണില്ല അല്ലെ. ഈ ഗുഡ്സ് മൂവ് ചെയ്യാതെ തന്നെ ഞാനിത് വിൽക്കുന്നുണ്ട്. ആ കേസിനാണ് അവിടെ പറയുന്നത് സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ഇതിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണോ ഞാൻ ഈ പ്രോഡക്ട്സ് റെസിപ്പിയന്റിന് ഉപയോഗിക്കാൻ വേണ്ടി അവൈലബിൾ ആക്കി കൊടുക്കുന്നത്, ആ ഡേറ്റിന്റെ ഉള്ളിലെങ്കിലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. അപ്പൊ ഗൂഡ്സിന്റെ ബേർഡ്സ് ഐ വ്യൂ ആണിത്. ഇതിൽ ഗൂഡ്സിന്റെ എല്ലാം കവർ ചെയ്ത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗൂഡ്സിന്റെ കേസിൽ എക്സാമ്പിൾ പറയണില്ല, അത്ര വാലിഡ് അല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത. ഗൂഡ്സ് സെൻഡ് അണ്ടർ അപ്രൂവൽ ബേസിസിന്റെ എക്സാമ്പിൾ നോക്കാം.
സപ്ലയർ കല്യാൺ സിൽക്സ് ആണ്, ഞാനാണ് റെസിപ്പിയന്റ്. ഓക്കെ, സപ്ലൈ നടക്കുന്ന എന്താ? സെൻഡ് 10 ടീഷർട്സ് അണ്ടർ സെയിൽ ഓൺ അപ്രൂവൽ ബേസിസ് ഓൺ 20th of August 2019. 2019 ഓഗസ്റ്റ് 20 10 ടീഷർട്ട് എന്റെ വീട്ടിലേക്ക് അയച്ചു. ഞാൻ വലിയൊരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ടീഷർട്ട്, ഞാൻ കല്യാൺ സിൽക്സുകാരുടെ ടീഷർട്ട് എടുത്താൽ തന്നെ അത് അവർക്ക് വലിയൊരു പരസ്യമാണ് അല്ലെ. അതിന് വേണ്ടിയിട്ട് അവരെനിക്ക് 10 ടീഷർട്ട് അയച്ചു തരാണ് 20th August. ഞാൻ ഭയങ്കര തിരക്കുള്ള വ്യക്തിയായിരുന്നു. ഞാൻ അപ്രൂവൽ കൊടുത്തത് 15th January. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മാസം എടുത്തു ഞാൻ അപ്രൂവൽ കൊടുക്കാൻ. എനിക്ക് ഇതിട്ട് നോക്കാനുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് ഇതിട്ട് നോക്കാനുള്ള നേരം കിട്ടിയില്ല. 5 മാസം എടുത്തു. 10 ടീഷർട്ടിൽ 6 ടീഷർട്ട് ഞാൻ എടുത്തു. ഈ 6 ടീഷർട്ടിന്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പേയ്മെന്റും ചെയ്തു 16th of January. ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. റിമൈനിങ് 4 was sent back to Kalyan Silks on 25th of January. ബാക്കി 4 ഞാൻ തിരിച്ചയച്ചു. എനിക്ക് 6 മതി, ബാക്കി 4 എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു. ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ഗുഡ്സ് സെൻഡ് അണ്ടർ അപ്രൂവൽ ബേസിസിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് നമ്മൾ പഠിച്ചത്? കമ്പയർ ചെയ്യേണ്ടത് 2 ഡേറ്റ്സ് ആണ്. ഏതൊക്കെയാണ് ആ 2 ഡേറ്റ്? എയ്തർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ്. ആദ്യം നോക്കാം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 16th of January അല്ലെ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ആസ് പെർ ആക്ട് ഏതാണ്? 6 months അല്ലെങ്കിൽ റിമൂവലിൽ നിന്ന് 6 months അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടുന്ന ഡേറ്റ് വിച്ച് ആർ ഈസ് ഏർലിയർ. അപ്രൂവൽ കിട്ടിയ ഡേറ്റ് 15th of January. റിമൂവലിൽ നിന്ന് 6 months എന്ന് പറയുമ്പോൾ 20th of August, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 15 അപ്പൊ അതിന്റെ മുൻപ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അപ്രൂവൽ ഡേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 15th of January ആണ് അപ്രൂവൽ ഡേറ്റ്. ദിസ് ഡേറ്റ് ഹാസ് ടു ബി കമ്പയർഡ് വിത്ത് 16th of January. അപ്പൊ 15th of January ആണ് ഏർലിയർ ഡേറ്റ്. 15th of January ആയിരിക്കും നമ്മുടെ ടൈം ഓഫ് സപ്ലൈ. 15th of January ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആണ് ആര്? കല്യാൺ സിൽക്സ്. അതാണ് ഗുഡ്സ് സെൻഡ് അണ്ടർ അപ്രൂവൽ ബേസിസ്. ഇനി ഗുഡ്സ് ഇൻവോൾവ് മൂവ്മെന്റ്, ആ കേസിൽ സപ്ലയർ നൈക്ക് ഷോറൂം, റെസിപ്പിയന്റ് അപ്ലൈ. ഓക്കെ, ഞാൻ പാലക്കാടാണ്, സപ്ലയർ തൃശ്ശൂരാണുള്ളത്. ഓർഡേർഡ് ഫോർ എ പെയർ ഓഫ് ജോഗിംഗ് ഷൂസ് ഓൺ 28th March 2020. ഞാൻ തൃശ്ശൂർ നൈക്ക് ഷോറൂമിൽ മാർച്ച് 28 ഒരു ജോഗിംഗ് ഷൂസ് വേണമെന്ന് ഓർഡർ ചെയ്തു. 28 തന്നെ ഞാൻ പേയ്മെന്റും കൊടുത്തു, എനിക്ക് അവർ ഇൻവോയ്സും തന്നു. 5th April അവരുടെ ഗോഡൌണിൽ നിന്ന് ഗുഡ്സ് റിമൂവ് ചെയ്തു, ഡിസ്പാച്ച് ചെയ്തു. ഞാനത് 10th April റിസീവ് ചെയ്തു എന്നാണ് ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈയിൽ കമ്പയർ ചെയ്യേണ്ടത് 2 ഡേറ്റ് ആണ്. ഒന്ന് ആക്ച്വൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, 2 ആക്ട് പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് 28th March. ആക്ട് പ്രകാരം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ്. ഗുഡ്സ് ഇൻവോൾവ് മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് ഇൻവോൾവ് ചെയ്യുന്ന ഗുഡ്സിന്റെ കേസിൽ എപ്പോഴാണോ റിമൂവൽ, സ്റ്റോറിൽ നിന്ന് എപ്പോഴാണോ റിമൂവൽ സംഭവിക്കുന്നത് അപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ 5th of April ആണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ഡ്യൂ ഡേറ്റ് പ്രകാരം. അപ്പൊ 5th April 28th March നമ്മൾ കമ്പയർ ചെയ്താൽ 28th March ആണ് നമ്മുടെ ടൈം ഓഫ് സപ്ലൈ. ഇനി ഗുഡ്സ് ഡസന്റ് ഇൻവോൾവ് മൂവ്മെന്റ്. ജോൺ ആണ് സപ്ലയർ, ഞാനാണ് റെസിപ്പിയന്റ്. സെയിൽ ഓഫ് ഫ്ലാറ്റ് ആണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെയിൽ ഓഫ് ഫ്ലാറ്റ്, സെയിൽ ഓഫ് ഫർണിച്ചറും ഉണ്ട്. ജോൺ ഈസ് സപ്ലൈങ് ഫർണിച്ചർ ടു അബൈ അണ്ടർ എ സെപ്പറേറ്റ് അഗ്രിമെന്റ് ഫോർ INR 20,000 വിത്ത് GST. ഈ ഫർണിച്ചറുകളൊക്കെ ജോൺ എനിക്ക് വിൽക്കുന്നുണ്ട്, ബിൽഡിംഗ് വിൽക്കുന്നുണ്ട്, ഫർണിച്ചറും വിൽക്കുന്നുണ്ട്. ഫർണിച്ചറിന് സെപ്പറേറ്റ് അഗ്രിമെന്റ് എഴുതിയിട്ട് 20,000 രൂപ പ്ലസ് GST എന്ന്. വാട്ട് ഈസ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സെയിൽ ഓഫ് ഫർണിച്ചർ? ഫർണിച്ചറിന്റെ ടൈം ഓഫ് സപ്ലൈ മാത്രമാണ് അവർക്ക് അറിയേണ്ടത്. അഡ്വാൻസ് പേയ്മെന്റ് 25th March. അതായത് ഞാൻ ജോണിന് March 25 അഡ്വാൻസ് കൊടുത്തു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 10th of April. ഞാൻ ഫ്ലാറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് 20th April. ടൈം ഓഫ് സപ്ലൈ. അതായത് ടൈം ഓഫ് സപ്ലൈയിൽ കമ്പയർ ചെയ്യേണ്ട 2 സാധനങ്ങൾ ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ആസ് പെർ ആക്ട്. ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് 10th April, ഡ്യൂ ഡേറ്റ് ആസ് പെർ ആക്ട് 20th April വരും. കാരണം എനിക്ക് 20th April തൊട്ടിട്ടാണ് ഈ ഫർണിച്ചർ ഉപയോഗിക്കാൻ ആള് തന്നത്. നമ്മൾ പഠിച്ചു ഗുഡ്സിന് മൂവ്മെന്റ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ എപ്പോഴാണോ ആ ഗുഡ്സ് നമ്മൾ റെസിപ്പിയന്റിന് ഉപയോഗിക്കാൻ വേണ്ടി എലിജിബിൾ ആക്കി കൊടുക്കുന്നത് അന്നായിരിക്കണം ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പൊ 20th April 10th April കമ്പയർ ചെയ്ത് നമ്മൾ ടൈം ഓഫ് സപ്ലൈ 10th April കിട്ടി. കമോൺ, ഇവിടെ വേറൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. സർവീസസിൽ നമുക്ക് അഡ്വാൻസ് കിട്ടിയപ്പോൾ നമ്മൾ അന്ന് ടാക്സ് അടച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് അത് ടാക്സബിൾ ആയില്ല. കാരണം 10th തന്നെയാണ് ടാക്സബിൾ ആയത്, 25 ടാക്സബിൾ ആയില്ല. അതിന്റെ കാരണം എന്താ? അവിടെ പേയ്മെന്റ് ലെഗ് നമ്മൾ ഇൻപുട്ട് ഉണ്ടായിരുന്നു. പേയ്മെന്റിന് ഇവിടെ വലിയ റോളില്ല. സർവീസിൽ അങ്ങനെയല്ല, പേയ്മെന്റ് ലെഗ് ആക്റ്റീവ് ആയിരുന്നു. ഇവിടെ പേയ്മെന്റിന്റെ ലെഗ് ഇനാക്റ്റീവ് ആണ്. അപ്പോ ഗുഡ്സിന്റെ കേസിൽ അഡ്വാൻസ് റിസീവ് ചെയ്താലും അതിനപ്പോ ടാക്സബിലിറ്റി ഇല്ല. ഏതൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോഴോ സപ്ലൈ സംഭവിക്കുമ്പോഴാണ് ടാക്സബിലിറ്റി വരുന്നുള്ളൂ.
ക്ലിയർ അല്ലേ? ഇനി ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഇപ്പൊ നമ്മൾ ഫോർവേഡ് ചാർജ് പഠിച്ചു, റിവേഴ്സ് ചാർജ് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ് ഷാൾ ബി ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. മൂന്നെണ്ണത്തെ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് ഗുഡ്സ് 31st day from the date of invoice by the supplier, date of receipt of payment by the supplier. See, ഇവിടെ 3 ലെഗ് ഉണ്ട്. പേയ്മെന്റിനെ കട്ട് ചെയ്തിട്ടില്ല. പേയ്മെന്റ് ഇല്ലാത്ത കേസ്, അതായത് അഡ്വാൻസിന് മുകളിൽ ടാക്സബിലിറ്റി ഇല്ലാത്ത കേസ് ഗൂഡ്സ് അണ്ടർ ഫോർവേഡ് ചാർജിന് മാത്രമാണ്. സർവീസ് അണ്ടർ ഫോർവേഡ് ചാർജിലും അഡ്വാൻസ് ടാക്സബിൾ ആണ്, സർവീസ് അണ്ടർ റിവേഴ്സ് ചാർജിലും അഡ്വാൻസ് ടാക്സബിൾ ആണ്, ഗൂഡ്സ് അണ്ടർ റിവേഴ്സ് ചാർജിലും അഡ്വാൻസ് ടാക്സബിൾ ആണ്. കാരണം പേയ്മെന്റിന്റെ ലെഗ് ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട്. ഗൂഡ്സ് അണ്ടർ ഫോർവേഡ് ചാർജിൽ അഡ്വാൻസ് ടാക്സബിൾ അല്ല, സപ്ലൈ ആകുമ്പോഴാണ് ടാക്സബിൾ. ഇവിടെ അപ്പൊ കമ്പയർ ചെയ്യേണ്ട 3 ഡേറ്റ്: ഒന്ന് റെസിപ്പിയന്റിന് ഗുഡ്സ് കിട്ടുന്ന ഡേ, 2 സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് 31ാമത്തെ ദിവസം, 3 പേയ്മെന്റിന്റെ ഡേറ്റ്. ഇതിൽ ഏർലിയർ ഡേറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ജോൺ ആണ് സപ്ലയർ, അബയാണ് റെസിപ്പിയന്റ്. സെയിൽ ഓഫ് റോ കോട്ടൺ RCM വരുന്ന ഒരു എൻട്രിയാണ്. അഡ്വാൻസ് പേയ്മെന്റ് 5th ഏപ്രിലിന് കൊടുത്തു. ഞാനാണ് പേയ്മെന്റ് കൊടുത്ത ആള്. ജോണിന് 5th ഏപ്രിലിൽ ഞാൻ അഡ്വാൻസ് കൊടുത്തു. ഇൻവോയ്സ് ജോൺ എനിക്ക് 7ാം തീയതി ഇഷ്യൂ ചെയ്തു. ഞാൻ 9ാം തീയതി ഗുഡ്സ് റിസീവ് ചെയ്തു. ടൈം ഓഫ് സപ്ലൈ 5th ഏപ്രിൽ. കാരണം പേയ്മെന്റിന്റെ ലെഗ് ഉണ്ട്. അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് 3 ഡേറ്റ് ആണ്. ഏതാണ്? ഒന്ന് ഞാൻ ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ് 9th, 2 31st ഡേ ഫ്രം ഇൻവോയ്സ് ഡേറ്റ് 7 ഏപ്രിലിൽ നിന്ന് 31ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മെയ്യിലായിരിക്കും. ഓക്കെ, 3ാമത്തെ ലെഗ് ഏതാണ്? പേയ്മെന്റ് 5th ഏപ്രിൽ. അപ്പൊ ഇതിൽ ഏർലിയർ ഏതാ? 5th ഏപ്രിൽ. 5th ഏപ്രിലിന് ടൈം ഓഫ് സപ്ലൈ. ദിസ് ഈസ് ഓൾ അബൌട്ട് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ്. അപ്പൊ നമ്മൾ ഗൂഡ്സും കഴിഞ്ഞു, സർവീസുകളും കഴിഞ്ഞു. ഒരു 90% കഴിഞ്ഞു. ഇനി ഒരു 10% കൂടിയാണ് നിങ്ങൾക്ക് തന്നെ കേൾക്കാറുള്ളത്. 10% കൂടി കഴിഞ്ഞ് എൻറ്റയർ ചാപ്റ്റർ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വൗച്ചേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പൊ അതിനാദ്യം വൗച്ചർ എന്താന്ന് അറിയണം അല്ലെ? വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു. ഒരു അടുത്തുണ്ടായ ഒരു എക്സാമ്പിൾ പറയാൻ, ഞാനൊരു പുതിയ കാറ് വാങ്ങി, ചെറിയൊരു കാറ് വാങ്ങി. അപ്പൊ മാരുതിയുടെ ഒരു കാറാണ് വാങ്ങിയത്. മാരുതിയുടെ വണ്ടി വാങ്ങിയപ്പോ വണ്ടിക്ക് കുറെ ആൻസിലറി സാധനങ്ങൾ തരില്ല, ഒരു മാറ്റ്, അങ്ങനെ കുറെ നമുക്ക് സപ്പോർട്ടിങ് ഐറ്റംസ് ഒക്കെ തരില്ലേ. അങ്ങനെ തരുന്നതിന്റെ കൂടെ അവര് എനിക്ക് ആമസോണിന്റെ ഒരു വൗച്ചർ കൂടി തന്നു. സാർ, ഈ ആമസോണിന്റെ വൗച്ചർ റെഡീം ചെയ്തിട്ട് എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വൗച്ചർ തന്നു. അപ്പൊ അവരങ്ങനെ എനിക്കൊരു വൗച്ചർ തന്നു അല്ലെ. ഈ വൗച്ചർ എന്ന് പറയുന്നത് ടാക്സബിൾ ആണ് അല്ലെ. വൗച്ചറിന്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് വൗച്ചർ ഈസ് ടാക്സബിൾ. വെറുതെ അവരെനിക്ക് വൗച്ചർ തരില്ല. അവരെനിക്ക് വൗച്ചർ തരാണ്ടായ കാരണം എന്താ? ഞാൻ അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ പണം കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ പണം, അത്രയും പണത്തിന് ഞാൻ ആ വാഹനം മേടിച്ച കാരണം കൊണ്ടാണ് എനിക്ക് വൗച്ചർ തന്നത്. സപ്ലൈ ഓഫ് വൗച്ചർ ഈസ് ടാക്സബിൾ. അവരതിന് ടാക്സ് അടയ്ക്കണം. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ 2 ലെഗ് ഉണ്ട്. ഒന്ന് ഐഡന്റിഫയബിൾ വൗച്ചർ അല്ലെങ്കിൽ നോൺ ഐഡന്റിഫയബിൾ വൗച്ചർ എന്ന് പറയും. ആദ്യം ഞാൻ പ്രൊവിഷൻ പറയാം, പിന്നീട് ഇത് എന്താണെന്ന് പറയാം. ടൈം ഓഫ് സപ്ലൈ വിൽ ബി അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂൻസ് ഓഫ് വൗച്ചർ എന്നാണ് ഐഡന്റിഫയബിൾ വൗച്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതായത് എപ്പോഴാണോ ആ വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. എങ്ങനെ ഈ വൗച്ചർ ഇഷ്യൂ ചെയ്യുക? ഒപ്പിട്ടിട്ട് കൊടുക്കില്ല വൗച്ചർ. അതാണ് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയം. അതായിരിക്കും അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഏത്? ഐഡന്റിഫയബിൾ വൗച്ചറിന്റെ കേസിൽ. നോൺ ഐഡന്റിഫയബിൾ വൗച്ചറിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ വിൽ ബി അറ്റ് ദി ടൈം ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ. നോൺ ഐഡന്റിഫയബിൾ ആയ വൗച്ചറിന്റെ കേസിൽ എപ്പോഴാണ് ആ വൗച്ചർ റിഡീം ചെയ്യുന്നത്? റിഡീം ചെയ്യാൻ ആ വൗച്ചർ മാറ്റിയിട്ട് അതൊരു പ്രൊഡക്റ്റ് ആക്കി ഷിഫ്റ്റ് ചെയ്യില്ലേ, അതിനാണ് റിഡീം ചെയ്യാന്ന് പറയാം. എപ്പോഴാണോ അത് ചെയ്യുന്നത് ആ ടൈമിലാണ് അതിന്റെ ടൈം ഓഫ് സപ്ലൈ. ഒരു എക്സാമ്പിളിലൂടെ അതിനെ ക്രാക്ക് ചെയ്യാം. ഇവിടെ അരുൺ ഈസ് സപ്ലൈയിങ് എ വൗച്ചർ ടു ജോൺ. അരുൺ ഒരു വൗച്ചർ ജോണിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് അരുണിന്റെ നല്ല ഫോട്ടോ കിട്ടിയില്ല, ജോണിന്റെ നല്ല അടിപൊളി ഫോട്ടോ ഗൂഗിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അരുൺ ജോണിന് ഒരു വൗച്ചർ സപ്ലൈ ചെയ്യണം. നമുക്ക് 2 കേസും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 കേസ് ഏതാണെന്ന് അറിയില്ല. ഫസ്റ്റ് കേസിൽ എന്താ സംഭവിക്കണം? ജോൺ ക്യാൻ പർച്ചേസ് എനിത്തിങ്. ഈ വൗച്ചർ ഉപയോഗിച്ചിട്ട്, അരുൺ കൊടുക്കുന്ന വൗച്ചർ ഉപയോഗിച്ചിട്ട് ജോണിന് എന്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ വൗച്ചർ കിട്ടുന്ന ടൈമിൽ ജോണിന് അറിയില്ല ജോൺ ഈ വൗച്ചർ വെച്ചിട്ട് എന്താണ് വാങ്ങിക്കാൻ പോണെന്ന്. കൊടുക്കുന്ന അരുണിനും അറിയില്ല ജോൺ ഈ വൗച്ചർ വെച്ചിട്ട് എന്താണ് വാങ്ങിക്കാൻ പോണെന്ന്. ഇതിനെയാണ് നമ്മൾ നോൺ ഐഡന്റിഫയബിൾ വൗച്ചർ. ഐ കനോട്ട് ഐഡന്റിഫൈ വാട്ട് ഈസ് ദർ ഇൻ ദ വൗച്ചർ.
അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വന്നാൽ എനിക്ക് അതിന്റെ ടാക്സ് റേറ്റ് ഏതാ എഴുതേണ്ടതെന്ന് അറിയില്ല, അല്ലെ? അങ്ങനെ ഒന്നും അറിയില്ല, അതിന്റെ HSN കോഡ് ഏതാ എഴുതേണ്ടതെന്ന് അറിയില്ല. അപ്പോ if John can purchase anything with that voucher, it means that it is a non-identifiable voucher. Non-identifiable voucher എന്താണ് ടൈം ഓഫ് സപ്ലൈ? Supply is not identifiable at the time of issue of invoice. Yeah, we know that. Time of supply is equal to date of redemption of voucher. ഈ വൗച്ചർ ജോൺ കടയിൽ കൊണ്ടുപോയിട്ട് എപ്പോഴാണോ ഒരു പ്രൊഡക്റ്റ് ആയി മാറ്റുന്നത് ആ ടൈമിലായിരിക്കും ഈ കേസിൽ അതിന്റെ ടൈം ഓഫ് സപ്ലൈ. ഇനി ഇതേ വൗച്ചറിൽ അരുൺ ജോണിന് കൊടുക്കുന്ന ഇതേ വൗച്ചറിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ജോൺ ക്യാൻ പർച്ചേസ് എ ഷർട്ട്. അതായത് തോന്നിയൊന്നും മേടിക്കാൻ പറ്റില്ല, ജോണിന് ഒരു ഷർട്ട് എടുക്കാം ഈ വൗച്ചർ വെച്ചിട്ട്, ആമസോണിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങാം. അപ്പൊ ഇതെന്തായി? സപ്ലൈസ് ഐഡന്റിഫയബിൾ അറ്റ് ദി ടൈം ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. ഐഡന്റിഫയബിൾ വൗച്ചർ ആയി മാറിയത് അല്ലേ? കൊടുക്കുന്ന ടൈമിൽ അരുൺ എന്ന് പറയാം, വാങ്ങുന്ന ടൈമിൽ ജോൺ എന്ന് പറയാം, ഈ വൗച്ചർ മാറ്റി കൊണ്ടുകൊടുത്ത ഷർട്ടാണ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദിസ് ബിക്കംസ് എൻ ഐഡന്റിഫയബിൾ വൗച്ചർ. ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണോ അരുൺ ഇതിന് ജോണിനെ കൊടുക്കുന്നത് ആ ടൈമിലായിരിക്കും ഇതിന്റെ ടൈം ഓഫ് സപ്ലൈ. ഇത്രയുള്ള വൗച്ചറിന്റെ കേസ്. നമുക്ക് കുറച്ച് റെസിജ്വറി കേസുകൾ കൂടി പഠിക്കേണ്ടത്. അതേഴ്സിലേക്ക് പോകണ ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് അഡിഷൻ ടു വാല്യൂ സപ്ലൈ കൂടി പഠിക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് 2 ടോപ്പിക്സ് ആണ്, ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാറായി. ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് അഡിഷൻ ടു വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈയിൽ ഉണ്ടാകുന്ന എന്തോ ഒരു അഡിഷൻ, ആ അഡിഷന്റെ ടൈം ഓഫ് സപ്ലൈ, ആ അഡിഷന്റെ മാത്രം ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് ഉറപ്പാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. അതിന്റെ മുമ്പേ GST is payable on receipt basis in case of interest or late fee, etc. whenever received. ഈ അഡീഷൻ ഇൻ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റിനെയോ ലേറ്റ് ഫീ ഒക്കെയാണ്. അപ്പൊ ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ ഒക്കെ GST-യിൽ റെസീറ്റ് ബേസിസിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നാണ് പറയുന്നത്. അത് whenever received, എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പണിയുണ്ട്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ക്രാക്ക് ചെയ്യാം. ഹോട്ടൽ അക്ഷയ സപ്ലയർ, അഭയ് ആൻഡ് അസോസിയേറ്റ്സ് റെസിപ്പിയന്റ്. എന്താണ് സപ്ലൈ? 100 ബിരിയാണി ഓർഡർ ചെയ്തു ഞാൻ 10th ഓഗസ്റ്റിന്. ആർട്ടിക്കിൾസിനും എംപ്ലോയീസിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 100 ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തു ഹോട്ടൽ അക്ഷയെന്ന്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 10th ഓഗസ്റ്റിന്. കൺസിഡറേഷൻ 10,000 രൂപ. 100 രൂപ ഒരു ബിരിയാണിക്ക് 10,000 രൂപ. പേയ്മെന്റ് ഞാൻ പറഞ്ഞു ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് തരാട്ടോ എന്ന് പറഞ്ഞു ഞാൻ അക്ഷയനെ വിളിച്ചിട്ട്. ഓക്കെ സാർ, കുഴപ്പമില്ല, സ്ഥിരം കസ്റ്റമർ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 15-ാം തീയതി തരാം. ഓക്കെ, 15-ാം തീയതി തരാമെന്ന് അവർ ഏറ്റു. അപ്പൊ ഡ്യൂ ഡേറ്റ് ടു പേ 15th ഓഗസ്റ്റ് ആണ്. അഭയ് പെയ്ഡ് ഹോട്ടൽ അക്ഷയ 20th ഒക്ടോബർ ആണ്. 15th ഓഗസ്റ്റ് കഴിഞ്ഞ് 15th സെപ്റ്റംബർ 15th ഒക്ടോബർ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് അഭയ് പേയ്മെന്റ് കൊടുക്കണത്. ഓഹോ, അപ്പൊ അക്ഷയക്കാരെന്ത് പറഞ്ഞു? അക്ഷയക്കാർക്ക് ദേഷ്യം വന്നു, ഹോട്ടലിന് ദേഷ്യം വന്നിട്ട് അവർ പറഞ്ഞു, ഫോർ ദി ഡിലേഡ് പേയ്മെന്റ് അക്ഷയ കളക്ടഡ് എക്സ്ട്രാ 2,000 rupees ഫ്രം അഭയ് ഡ്യൂറിംഗ് ഫൈനൽ സെറ്റിൽമെന്റ്. 2 മാസം വൈകിയ അക്ഷയക്കാരൻ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ഇനി 10,000 രൂപ തന്നാൽ പോരാ, ഞങ്ങൾക്ക് 12,000 രൂപ കിട്ടണം, എക്സ്ട്രാ 2,000 രൂപ കൂടി വേണം എന്ന് പറഞ്ഞു. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അഭയ് ആൻഡ് അസോസിയേറ്റ്സ് വലിയ ഫേമാണ്, പേര് കളയാൻ പറ്റില്ല, കൊടുക്കാൻ തീരുമാനിച്ചു. ഇവിടെ പറയുന്നത് എന്താ? ടൈം ഓഫ് സപ്ലൈ ഫോർ 10th ഓഗസ്റ്റ് ആണ്. അതായത് ഈ 10,000 രൂപയില് ഫുഡിന്റെ പ്രൈസ് ആയ 10,000 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ 10th ഓഗസ്റ്റ്, ഇൻവോയ്സിന്റെ ഡേറ്റ്. പക്ഷേ ബാക്കി 2,000 രൂപയില് എക്സ്ട്രാ കൊടുക്കുന്ന 2,000 രൂപ, അതിന് എന്ത് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. നമുക്ക് ഇൻട്രസ്റ്റ് മേടിച്ചു എന്ന് പറയാം അക്ഷയക്കാര്, അല്ലെങ്കിൽ ലേറ്റ് ആയി പേയ്മെന്റ് കൊടുത്തതിന് ലേറ്റ് ഫീ മേടിച്ചു എന്ന് പറയാം, എന്ത് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. ആ 2,000 രൂപയുടെ ടൈം ഓഫ് സപ്ലൈ 20th ഒക്ടോബർ ആണ്. അതായത് whenever it is received. അതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. റെസീപ്റ്റ് ബേസിസിലാണ് whenever it is received. അപ്പൊ അക്ഷയക്കാര് 10,000 രൂപയുടെ മുകളിലുള്ള ടാക്സ് 10th ഓഗസ്റ്റിന് തന്നെ കൊടുക്കണം. കാരണം അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, സപ്ലൈ നടന്നിട്ടുണ്ട്. പക്ഷേ 2,000 രൂപ എക്സ്ട്രാ കൊടുക്കുന്ന 2,000 രൂപയുടെ മുകളിലുള്ള ടാക്സ് എപ്പോഴാണോ ഞാൻ അക്ഷയക്ക് കൊടുക്കുന്നത് അപ്പോൾ അക്ഷയ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താൽ മതി. ലാസ്റ്റ് ഏരിയ മിസലേനിയസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അതർ കേസസ് അല്ലേ. ഇൻ കേസ് ഓഫ് സപ്ലൈ സർവീസസ് ബിറ്റ്വീൻ അസോസിയേറ്റഡ് പേഴ്സൺസ്, അസോസിയേറ്റഡ് എന്റർപ്രൈസസ് where supplier is outside India and recipient is in India, time of supply is equal to date of entry in the books of recipient or date of payment to supplier, whichever is earlier. നമുക്ക് അസോസിയേറ്റഡ് എന്റർപ്രൈസുകളെ അറിയാം അല്ലെ? അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എന്റർപ്രൈസുകൾ ഉണ്ടായിരിക്കും, ഔട്ട്സൈഡ് ദി കൺട്രിയും ഇൻസൈഡ് ദി കൺട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന.
അല്ലെ, ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് കിടക്കുന്ന ഉണ്ടായിരിക്കും. അപ്പൊ അവര് തമ്മിൽ പല സപ്ലൈ ഓഫ് സർവീസസ് സംഭവിക്കാം, അക്കൗണ്ടിങ് സർവീസസോ HR സർവീസസ് സംഭവിക്കാം. അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്, ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്ലൈ ചെയ്യുന്ന എൻറ്റിറ്റി ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം, റിസീവ് ചെയ്യുന്ന എൻറ്റിറ്റി ഇൻസൈഡ് ഇന്ത്യ ആയിരിക്കണം. ആ കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണോ റെസിപ്പിന്റെ ബുക്സിൽ ഇങ്ങനെ ഒരു സർവീസ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി ഇടുന്നത്, ആ ഡേറ്റ്, ഓർ എപ്പോഴാണോ റെസിപ്പിയന്റ് എൻറ്റിറ്റി ഔട്ട്സൈഡ് എൻറ്റിറ്റിക്ക് പേയ്മെന്റ് നടത്തുന്നത്, ആ ഡേറ്റ്. ആ രണ്ട് ഡേറ്റിലെയും എർലിയർ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ, ആ ഒരു കേസിൽ മാത്രം. ഇനി ഇഫ് ടൈം ഓഫ് സപ്ലൈ ഇസ് നോട്ട് അസർട്ടൈനബിൾ ആസ് പെർ എനി സബ്സെക്ഷൻ, ഈ സബ്സെക്ഷൻസ് പ്രകാരം ഒന്നും ടൈം ഓഫ് സപ്ലൈയെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പ്രകാരം ഒന്നും ടൈം ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, അങ്ങനത്തെ ഒരു കേസ് വരില്ല. എന്നാൽ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡിപ്പാർട്ട്മെന്റ് ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട്, എങ്ങനെ പോയാലും വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഒരു സെക്ഷൻ പ്രകാരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പീരിയോഡിക്കൽ റിട്ടേൺ ഹാസ് ടു ബി ഫയൽഡ് ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് സച്ച് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും കേസിൽ ഈ വ്യക്തി, ഒരു വ്യക്തി ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ മുന്നിൽ, അതായത് സർ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സാർ എന്ന് പറഞ്ഞു വരുന്ന ആ വ്യക്തിക്ക് പീരിയോഡിക്കൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതായത് മന്ത്ലി റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാനുള്ള കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാണോ ആ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ആയിരിക്കും ടൈം ഓഫ് സപ്ലൈ. ഇനി പീരിയോഡിക്കൽ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ GST അടയ്ക്കുന്നത്, അതായത് ഒരാള് സ്വയം എന്ന് പറയുന്നത്, സാർ ഞാൻ ഇങ്ങനെ മുൻപ് ഒരു ടാക്സ് അടയ്ക്കാൻ ബാക്കി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ ടൈം ഓഫ് സപ്ലൈ ഒന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് കുറെ തല പുകഞ്ഞു നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോന്ന്, ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പറയും ഓക്കെ, ഒരു കുഴപ്പമില്ല, ഇന്നാണ് അതിന്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണ് വിചാരിക്കാം, എന്നാണ് വിചാരിച്ചിട്ട് ആ കേസ് ക്ലോസ് ചെയ്യും. അതിനൊരു റെസിജ്വറി എൻട്രി ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ഓഫ് സപ്ലൈ എൻ്റയർ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു. എനിക്കും ഇതൊന്നും കൂടി ഇങ്ങനെ ഡെപിക്ട് ചെയ്യണേൽ എനിക്കും കുറച്ചും കൂടി ഇത് എന്റെ മെമ്മറിയിൽ കയറി, എനിക്ക് അതൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇത് കേട്ട എല്ലാവർക്കും ആ ഒരു കുറച്ച് സമയം വെറുതെയാണെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്, ഇത് മുഴുവൻ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും വരികയാണെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഉണ്ട് 7907356700. മെസ്സേജ് അയക്കാം, വിളിക്കേണ്ടവർക്ക് വിളിക്കാം. GST സിലബസിലെ ഏത് ഭാഗത്തു നിന്ന് എപ്പോൾ ഡൗട്ട് വരികയാണെങ്കിലും ചോദിക്കാം. എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം പറഞ്ഞുതരും. അപ്പോൾ എന്ത് ഹെൽപ്പിനും കോൺടാക്ട് ചെയ്യാം. എക്സാം റിലേറ്റഡ് ഹെൽപ്പിനായാലും പ്രാക്ടിക്കലി നിങ്ങൾക്ക് വർക്ക് സ്പേസിൽ വരുന്ന എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ചെയ്തു തന്ന സിക്കാസ എറണാകുളം ബ്രാഞ്ചിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ താങ്ക് യു.